യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. ദൈവകൃപയാൽ ശ്രദ്ധയോടെ നമുക്ക് ഒരുമിച്ച് സങ്കീർത്തനം 80 വായിക്കാം. 80-ാം സങ്കീർത്തനം, Psalms 80. ആട്ടിൻകൂട്ടത്തെ പോലെ യോസേഫിനെ നടത്തുന്നതിനായി ഇസ്രായേലിന്റെ ഇടയനായി ഉള്ളവരെ ചെവിക്കൊള്ളണമേ. കെരൂബുകളിൽ മേൽ വസിക്കുന്നവനെ പ്രകാശിക്കണമേ. എഫ്രൈമിനും ബെന്യാമിനും മനീഷയും കാണുകെ നിന്റെ വീര്യബലം ഉണർത്തി ഞങ്ങളുടെ രക്ഷയ്ക്കായി വരേണമേ. ദൈവമേ, ഞങ്ങളെ യഥാസ്ഥാനപ്പെടുത്തണമേ. ഞങ്ങൾ രക്ഷപ്പെടേണ്ടതിന് തിരുമുഖം പ്രകാശിപ്പിക്കണമേ. സൈന്യങ്ങളുടെ ദൈവമായ യഹോവേ, നീ നിന്റെ ജനത്തിന്റെ പ്രാർത്ഥനയ്ക്ക് നേരെ എത്രത്തോളം കോപിക്കും. നീ അവർക്ക് കണ്ണുനീരിന്റെ അപ്പം തിന്നാൻ കൊടുത്തിരിക്കുന്നു. അനവധി കണ്ണുനീർ അവർക്ക് കുടിപ്പാനും കൊടുത്തിരിക്കുന്നു. നീ ഞങ്ങളെ ഞങ്ങളുടെ അയൽക്കാർക്ക് വഴക്കാക്കി തീർക്കുന്നു. ഞങ്ങളുടെ ശത്രുക്കൾ തമ്മിൽ പറഞ്ഞു പരിഹസിക്കുന്നു. സൈന്യങ്ങളുടെ ദൈവമേ, ഞങ്ങളെ യഥാസ്ഥാനപ്പെടുത്തണമേ. ഞങ്ങൾ രക്ഷപ്പെടേണ്ടതിന് തിരുമുഖം പ്രകാശിപ്പിക്കണമേ. നീ മിസ്രൈമിൽ നിന്നൊരു മുന്തിരിവള്ളി കൊണ്ടുവന്നു. ജാതികളെ നീക്കിക്കളഞ്ഞ് അതിനെ നട്ടു. നീ അതിനെ തടമെടുത്തു. അതിന് വേരൂന്നി ദേശത്ത് പടർന്നു. അതിന്റെ നിഴൽ കൊണ്ട് പർവ്വതങ്ങൾ മൂടിയിരുന്നു. അതിന്റെ കൊമ്പുകൾ ദിവ്യ ദേവദാരുക്കൾ പോലെയും ആയിരുന്നു. അത് കൊമ്പുകളെ സമുദ്രം വരെയും ചില്ലികളെ നദി വരെയും നീട്ടിയിരിക്കുന്നു. വഴി പോകുന്നവരൊക്കെയും അതിനെ പറിപ്പാൻ തക്കവണ്ണം നീ അതിന്റെ വേലികളെ പൊടിച്ചു കളഞ്ഞത് എന്ത്? കാട്ടുപന്നി അതിനെ മാന്തി കളയുന്നു. വയലിലെ മൃഗങ്ങൾ അത് തിന്നു കളയുന്നു. സൈന്യങ്ങളുടെ ദൈവമേ, തിരിഞ്ഞു വരേണമേ. സ്വർഗത്തിൽ നിന്ന് നോക്കി കടാക്ഷിച്ച് ഈ മുന്തിരിവള്ളിയെ സന്ദർശിക്കണമേ. നിന്റെ വലങ്കൈ നട്ടിട്ടുള്ളതിനെ നീ നിനക്കായി വളർത്തിയ തൈയെയും പാലിക്കണമേ. അതിനെ തീ വെച്ച് ചുടുകയും വെട്ടിക്കളയുകയും ചെയ്തിരിക്കുന്നു. നിന്റെ മുഖത്തിന്റെ ബത്സനത്താൽ അവർ നശിച്ചു പോകുന്നു. നിന്റെ കൈ നിന്റെ വലത്തുഭാഗത്തെ പുരുഷന്റെ മേൽ, നീ നിനക്കായി വളർത്തിയ മനുഷ്യപുത്രന്റെ മേൽ തന്നെ ഇരിക്കട്ടെ. എന്നാൽ ഞങ്ങൾ നിന്നെ വിട്ടു പിന്മാറുകയില്ല. ഞങ്ങളെ ജീവിപ്പിക്കണമേ. എന്നാൽ ഞങ്ങൾ നിന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കും. സൈന്യങ്ങളുടെ ദൈവമായ യഹോവേ, ഞങ്ങളെ യഥാസ്ഥാനപ്പെടുത്തണമേ. ഞങ്ങൾ രക്ഷപ്പെടേണ്ടതിന് തിരുമുഖം പ്രകാശിപ്പിക്കണമേ. ആമേൻ. ഹല്ലേലൂയ. ആസാഫ് എഴുതിയ ഈ സങ്കീർത്തനത്തിൽ 19 വാക്യങ്ങളാണ് ഉള്ളത്. ഇതിൽ 3 പ്രാവശ്യം ഉപയോഗിച്ചിരിക്കുന്ന വാക്കുകളാണ് ദൈവമേ, ഞങ്ങളെ യഥാസ്ഥാനപ്പെടുത്തണമേ. ഈ സങ്കീർത്തനം ദൈവജനത്തിന്റെ ചരിത്രമാണ്. ഈജിപ്തിൽ നിന്ന് വാഗ്ദത്ത നാട്ടിലേക്ക് കടന്നു വന്നവരെ നയിച്ചിരുന്നവർ പിന്നീട് വീണുപോയി. ബന്ധനസ്ഥരായി സ്വന്തം നാട്ടിൽ നിന്ന് നാടുകടത്തപ്പെട്ടു. അപ്പോൾ വീഴ്ചയുടെ ചരിത്രവും ദൈവത്തിന്റെ കരുണയുടെ ചരിത്രവുമാണ് ഈ സങ്കീർത്തനം. ആദ്യത്തെ വാക്യത്തിൽ ആട്ടിൻകൂട്ടത്തെ പോലെ യോസേഫിനെ നടത്തുന്നവനായി ഇസ്രായേലിന്റെ ഇടയനായുള്ളവരെ ചെവിക്കൊള്ളണമേ. കെരൂബുകളിൽ അധിവസിക്കുന്നവനെ പ്രകാശിപ്പിക്കണമേ. ആസാഫിന്, ദാവീദിന്റെ കൊട്ടാരത്തിലെ പാട്ടുകാരനായിരുന്ന ആസാഫിന് കർത്താവിന്റെ വരവിന് നൂറ്റാണ്ടുകൾ മുമ്പേ ഒരു വെളിപ്പാട് കിട്ടിയതായി ഇവിടെ വായിക്കുന്നു. നല്ല ഇടയൻ കെരൂബുകളിൽ വസിക്കുന്നത് യേശു കർത്താവിനെ പറ്റി ഇവിടെ പറയുന്നത് കാണാം. ഇനി 2-ാം വാക്യം, എഫ്രൈമും ബെന്യാമിനും മനീഷയും കാണുകയും നിന്റെ വീര്യബലം ഉണർത്തി ഞങ്ങളുടെ രക്ഷയ്ക്കായി വരേണമേ. നമ്മൾ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ ലോകം മുഴുവനും അറിയണം എന്നുള്ള ചിന്തയോട് കൂടെയാണ് 2-ാം വാക്യത്തിലൂടെ സങ്കീർത്തനക്കാരൻ വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഒതുങ്ങിയിരിക്കുവാനല്ല, ദൈവത്തിന്റെ വീര്യഭുജം ഉണർത്തി നമ്മളുടെ രക്ഷയ്ക്ക് വന്നു എന്നുള്ളത് ലോകത്തിന് വെളിപ്പെടുത്തി കൊടുക്കേണ്ട ചുമതല നമ്മൾക്കുള്ളതാണ്. 17-ാം വാക്യത്തിലും മനുഷ്യപുത്രനെ കുറിച്ച് പറയുന്നു. നമ്മളെ സംബന്ധിച്ചിടത്തോളം തുടക്കത്തിൽ നന്നായി ഓടുന്നു, പിന്നീട് ലക്ഷ്യം തെറ്റുന്നു. ചിലപ്പോൾ മറവിയായിരിക്കാം, ആരാധനയുടെ കുറവായിരിക്കാം, ക്ഷമിക്കാൻ പറ്റാത്തത് കൊണ്ടായിരിക്കാം, പിന്നെ എല്ലാം തികഞ്ഞു എന്ന വിചാരം കൊണ്ടുമാകാം. പലപ്പോഴും ദൈവത്തിന്റെ കരുണയിൽ നമ്മൾക്ക് ഓരോരുത്തർക്കും ഒരു തൊട്ടുണർത്തൽ കിട്ടാറുണ്ട്. ഈ സമയത്ത് നമ്മൾ ഉണർന്നില്ലെങ്കിൽ നഷ്ടം സംഭവിക്കുന്നത് എഴുന്നേൽക്കാത്തവർക്കായിരിക്കും. ഇങ്ങനെ നഷ്ടം സംഭവിച്ച ഒരു ജനതയുടെ ഒരു ഭാഗമാണ് ഈ സങ്കീർത്തനം. ഇത് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ അവർ നിലവിളിക്കാൻ തുടങ്ങി, ഞങ്ങളെ യഥാസ്ഥാനപ്പെടുത്തണമേ. 79-ാം സങ്കീർത്തനവും ആസാഫ് എഴുതിയതാണ്. അത് ശത്രുക്കളുടെ മേൽ ന്യായം നടത്തി രക്ഷിക്കണമേ എന്ന ആശയമാണെങ്കിൽ 80-ാം സങ്കീർത്തനത്തിൽ തന്റെ ജനത്തിന്റെ ഹൃദയം അങ്ങയിലേക്ക് തിരിച്ച് അതിൽ കൂടി ജനങ്ങളെ രക്ഷിക്കണമേ എന്നുള്ള അപേക്ഷയാണ്.
നമ്മൾ എപ്പോഴും നമ്മളുടെ മുമ്പിലുള്ള തടസ്സങ്ങൾ നീങ്ങുവാനാണ് പ്രാർത്ഥിക്കുന്നത്. എന്നാൽ നമ്മൾ മറന്നു പോകുന്ന ഒരു കാര്യമുണ്ട്. ദൈവം ആഗ്രഹിക്കുന്ന പാതയിൽ നിന്ന് പലപ്പോഴും നമ്മൾ മാറി സഞ്ചരിക്കുന്നു. അറിഞ്ഞോ ആകാം, അറിയാതെയും ആകാം. ദൈവസന്നിധിയിൽ നിന്ന് നമ്മൾ വിട്ടുമാറിപ്പോകുന്നു. അതുകൊണ്ട് സാഹചര്യം മാറുവാനല്ല, അതിനേക്കാൾ ദൈവസന്നിധിയിലേക്ക് മടക്കി കൊണ്ടുവരണേ എന്നായിരിക്കണം നമ്മുടെ പ്രാർത്ഥന. എന്റെ ദൈവം എന്നെ സൃഷ്ടിച്ച് ദൈവസന്നിധിയിൽ ആക്കിയിരിക്കുന്ന അവസ്ഥയിലേക്ക് എന്നെ മടക്കി കൊണ്ടുവരണമേ എന്നായിരിക്കണം പ്രാർത്ഥനയുടെ അടിസ്ഥാനം. ഇതിന്റെ 4-ാം വാക്യത്തിൽ നിന്റെ ജനത്തിന്റെ പ്രാർത്ഥനയ്ക്ക് നേരെ നീ എത്രത്തോളം കോപിക്കുമെന്ന് സങ്കീർത്തനക്കാരൻ പറയുമ്പോൾ മനസ്സിലാക്കണം, ദൈവത്തിന്റെ മുമ്പിൽ പ്രാർത്ഥന സൗരഭ്യവാസനയായിട്ടല്ല എത്തുന്നത്. ദൈവം അതിനെ പുകച്ചു കളയുകയാണ്. നമ്മളുടെ ചുറ്റുമുള്ള അന്ധകാര ശക്തികളോട് നമ്മൾ അറിഞ്ഞോ അറിയാതെയോ സന്ധി ചെയ്യുമ്പോൾ പ്രാർത്ഥന പുകഞ്ഞു പോകാം. ദൈവം വിശുദ്ധിയിൽ നിൽക്കുന്ന ദൈവമാണ്. ചെറുതും വലുതും എന്നില്ല. അശുദ്ധി എവിടെയുണ്ടെങ്കിലും അവിടെ ദൈവം വരികയില്ല. പിന്നെ 5, 6, 8, 12, 15, 16 വാക്യങ്ങൾ നോക്കുമ്പോൾ ദൈവജനത്തിന്റെ ജീവിതത്തിലെ സമാധാനമില്ലാത്ത അവസ്ഥകളെ പറ്റി പറയുന്നു. 6-ാം വാക്യത്തിൽ ശത്രുക്കൾ പരിഹസിക്കുമ്പോൾ അത് ഏഷണിയായി മാറുമ്പോൾ നമ്മളുടെ ശക്തി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും. ഇനി 8-ാം വാക്യത്തിൽ ശ്രദ്ധിക്കുക, പാപത്തിന്റെ അടിമത്തത്തിൽ നിന്ന് നമ്മെ വിടുവിച്ച് ജാതികളെ മാറ്റി തടമെടുത്ത് നമ്മെ നട്ടിരിക്കുന്നു എന്ന് കാണാം. അങ്ങനെ ചെയ്ത ആ ദൈവത്തിന്റെ മുമ്പിൽ നമ്മളുടെ യഥാർത്ഥ അവസ്ഥയെ വെളിപ്പെടുത്തണം. 12-ാം വാക്യത്തിൽ നമ്മളുടെ ലാഭം മറ്റുള്ളവർ എടുത്തു കൊണ്ടുപോകുമ്പോൾ എന്തുകൊണ്ട് ഇത് സംഭവിച്ചു? വേലി പൊടിച്ചു കളഞ്ഞത് ശത്രുക്കളാണോ അതോ നമ്മൾ തന്നെ ഇടയാക്കിയതാണോ എന്ന തിരിച്ചറിവിന് വിഷയം ദൈവസന്നിധിയിൽ കൊണ്ടുവന്ന് പ്രാർത്ഥിക്കണം. 16-ാം വാക്യത്തിൽ ആത്മീയ ജീവിതത്തിലെ പരാജയങ്ങളെ കുറിച്ച് പറയുന്നു. ശത്രു ബന്ധിച്ചിരിക്കുമ്പോൾ പ്രാർത്ഥനയും ആരാധനയും വേണ്ടതുപോലെ ഇല്ലാതെ വരുമ്പോൾ പരാജയം കടന്നു വരുന്നു എന്ന് മനസ്സിലാക്കണം. നമ്മൾ കൂട്ടായ്മയായി വന്ന് പ്രാർത്ഥിക്കുന്നത് നല്ലതാണ്, ദൈവത്തിന് അത് ഇഷ്ടവുമാണ്. എന്നാൽ അത് പ്രവൃത്തിയിൽ വെളിപ്പെട്ട് വരണം. അതല്ലെങ്കിൽ പ്രാർത്ഥന പുകഞ്ഞു പോകാൻ ഇടവരും. നമ്മൾ കുറ്റമില്ല എന്ന് വിചാരിച്ച് നടക്കാതെ നമ്മളുടെ കുറവുകളെ യഥാർത്ഥമായി അറിഞ്ഞിട്ട് ദൈവസന്നിധിയിൽ ഏറ്റു പറയണം. ചുങ്കക്കാരൻ പ്രാർത്ഥിച്ചു, അവൻ നീതീകരിച്ചു മടങ്ങിപ്പോയി എന്ന് കർത്താവ് പറഞ്ഞതുപോലെ. ഈ 18-ാം വാക്യത്തിൽ തെറ്റു വന്നുപോയി കണ്ണുനീരിന്റെ അപ്പം തിന്നുകൊണ്ടിരിക്കുന്നു, ഞങ്ങളെ ജീവിപ്പിക്കണമേ എന്നപേക്ഷിക്കുന്നു. അവസാനമായി 19-ാം വാക്യത്തിൽ നമ്മൾ ഇരുട്ടിലായിരിക്കുന്നു എന്ന് സമ്മതിച്ച് ദൈവത്തിന്റെ വെളിച്ചം നമ്മളിൽ പ്രകാശിപ്പാനായി അപേക്ഷിക്കുന്നു. ഉജ്ജ്വലമായ ആ പ്രകാശം നമ്മളുടെ മേൽ വീഴണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ മോശയുടെ മുഖത്ത് കണ്ട തേജസ് നമ്മളിൽ വ്യാപരിക്കാൻ ഇടവരും. നമ്മുടെ പ്രാർത്ഥന ആ സമയത്ത് ദൈവസന്നിധിയിൽ സൗരഭ്യവാസനയായി മാറും, നമ്മളെ യാഥാസ്ഥാനപ്പെടുത്തപ്പെട്ടവരാകും. ഈ വാക്യങ്ങളാൽ ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഇഷ്ടത്താവിനെ കൊണ്ട് നാമത്തിൽ പിതാവാൻ പോകുന്നു. നമുക്ക് കർത്താവിന് നന്ദി പറയാം. തന്റെ മകൾ ഞാൻ പറയുന്നത് എല്ലാവർക്കും കേൾക്കാറില്ല? കേൾക്കുന്നുണ്ട്. പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ചിന്തയ്ക്കതീതമായി ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ സർവസ്വനായ ദൈവമേ, പിതാവേ, ഈ നല്ല സമയം ഞങ്ങൾക്ക് ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങ് നൽകിയതിനായി ഞങ്ങൾ അങ്ങ് നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യും. അടിയങ്ങൾ അങ്ങയുടെ വചനം പരിശോധിക്കുമ്പോൾ അടിയങ്ങളോട് അങ്ങ് സംസാരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ, ഞങ്ങളാകേണ്ടതുപോലെ ആയിത്തീരുവാനും ഒക്കെ ഞങ്ങളെ അങ്ങ് വചനത്താൽ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മഹത്വവും ശക്തിയും അങ്ങേക്ക് മാത്രം യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ കൃപയോടെ കേൾക്കുന്നു. ആമേൻ. അല്പനേരത്തെ ചിന്തയ്ക്കായിട്ട് മത്തായിയുടെ സുവിശേഷം 5-ാമത്തെ അധ്യായം. മത്തായിയുടെ സുവിശേഷം 5-ാമത്തെ അധ്യായം നമുക്കെല്ലാം വളരെ സുപരിചിതമായ ഒരു വേദഭാഗമാണത്, ഇല്ലേ? ഗിരിപ്രഭാഷണങ്ങളിൽ ആദ്യത്തെ ഭാഗം.
ആണ് 5-ാമത്തെ അധ്യായത്തിലുള്ളത്. ഇവിടെ ആ 1 മുതലുള്ള വാക്യങ്ങൾ തുടങ്ങുന്നത് ബിയാറ്റിറ്റ്യൂഡ്സിലാണ്. ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ, സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാർ, നീതിക്ക് വിശന്ന് ദാഹിക്കുന്നവർ ഭാഗ്യവാന്മാർ, കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, നീതി നിമിത്തം ഉപദ്രവിക്കപ്പെടുന്നവർ ഭാഗ്യവാന്മാർ. അങ്ങനെ കുറച്ച് തന്റെ ശിഷ്യന്മാരുമായി കർത്താവ് ഒത്തുകൂടിയ ശേഷം, തന്റെ ശിഷ്യന്മാരെയൊക്കെ തെരഞ്ഞെടുത്ത ശേഷം കർത്താവ് ആദ്യം ചെയ്യുന്ന ഒരു പ്രവൃത്തി, അല്ലെങ്കിൽ ആദ്യം അവരോട് അവരെ പഠിപ്പിക്കുന്ന ചില കാര്യങ്ങളാണ് നമ്മളിപ്പോൾ ഇവിടെ ഈ 5-ാമത്തെ അധ്യായത്തിൽ ഈ 11-ാമത്തെ വാക്യം വരെ വായിച്ചത് കണ്ടത്. അപ്പൊ എന്താണ് കർത്താവ് ആക്ച്വലി ഇവിടെ ചെയ്യുന്നത്? എന്താണ് യേശു ഇവിടെ യഥാർത്ഥമായി ചെയ്യുന്നത്? നമ്മൾ ഓരോരുത്തരും രക്ഷയിലേക്ക് വരുന്നതിന് മുമ്പ് നമുക്ക് ചില മൂല്യങ്ങളും ചില മുൻഗണനകളും മറ്റുമുണ്ട്. നമ്മൾ വളർന്നു വരുമ്പോൾ നമുക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മളുടെ മറ്റു മനുഷ്യരുമായിട്ടുള്ള നമ്മുടെ സമ്പർക്കം മൂലവും നമ്മുടെ ചുറ്റും നടക്കുന്ന സാഹചര്യങ്ങളിൽ നിന്നുള്ള സമ്പർക്കം മൂലവും സ്വാധീനം മൂലവും ഒക്കെ നമ്മുടെ ഹൃദയത്തിലേക്ക് വരുന്ന ചില മൂല്യങ്ങളും ചില മുൻഗണനകളും ഉണ്ട്. ഇതിനെയാണ് നമ്മൾ ഇംഗ്ലീഷിൽ വേൾഡ് വ്യൂ എന്ന് പറയുന്നത്. ഓരോരുത്തർക്കും ഓരോ ലോകവീക്ഷണം, കാഴ്ചപ്പാട്. അത് ജീവിതാനുഭവങ്ങളിൽ നിന്നും മറ്റുള്ളവരുടെ അനുഭവങ്ങളിൽ നിന്നുമൊക്കെ നമ്മൾ അക്യുമുലേറ്റ് ചെയ്ത് കൂട്ടിവെക്കുന്നതാണ്. പക്ഷെ യേശുക്രിസ്തുവുമായി നമ്മൾ അഭിമുഖീകരിച്ചു കഴിയുമ്പോൾ, കർത്താവിനെ രക്ഷനായി സ്വീകരിച്ചു കഴിയുമ്പോൾ അതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാല് ഈ പഴയ ലോകവീക്ഷണവുമായി ഇനി മുന്നോട്ട് പോകാൻ ഒക്കത്തില്ല. അതിനൊരു പുതിയ ലോകവീക്ഷണം വേണ്ടിവരും. യേശുക്രിസ്തുവിന്റെ ലോകവീക്ഷണം നമ്മൾ വേണ്ടിവരും. അതുകൊണ്ടാണ് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2-ാമത്തെ അധ്യായം 5-ാമത്തെ വാക്യത്തിൽ ലെറ്റ് ദിസ് മൈൻഡ് ബി ഇൻ യു ദാറ്റ് വാസ് ഇൻ ക്രൈസ്റ്റ് ജീസസ് ഓൾസോ. ക്രിസ്തുവിലുള്ള മനോഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായി. അപ്പൊ ആ ക്രിസ്തു യേശുവിന്റെ ലോകവീക്ഷണമാണ് ഇനി നമ്മുടെ ലോകവീക്ഷണമാകേണ്ടത്. അതുകൊണ്ട് കർത്താവ് ആദ്യം ചെയ്യുന്നത് ഈ ശിഷ്യന്മാരുടെ ലോകവീക്ഷണത്തിൽ ഒരു മാറ്റം വരുത്തുക. റോമർക്ക് എഴുതിയ ലേഖനം 12-ാമത്തെ അധ്യായം 2-ാമത്തെ വാക്യത്തിൽ പറയുന്നത് റിന്യൂ യുവർ മൈൻഡ്. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 4-ാമത്തെ അധ്യായത്തിലും പറയുന്നു റിന്യൂ യുവർ മൈൻഡ്. അപ്പൊ ആ പഴയതിനെ മാറ്റി പുതിയത് വെക്കേണ്ടതുണ്ട്. അപ്പൊ കർത്താവ് ഈ 5-ാമത്തെ അധ്യായത്തില് ഈ ഗിരിപ്രഭാഷണത്തിന്റെ തുടക്കത്തിൽ ഈ ശിഷ്യന്മാരോട് നിങ്ങളുടെ പഴയ മൂല്യങ്ങൾക്കും നിങ്ങളുടെ പഴയ മുൻഗണനകൾക്കും ഇനി പ്രസക്തിയില്ല എന്നും ഇനി പ്രസക്തിയുള്ളത് പുതിയ ലോകം വിചാരിക്കുന്നതിന് വിരോധമായിട്ടുള്ള മൂല്യങ്ങളും മുൻഗണനകളുമാണെന്ന് ഈ ശിഷ്യന്മാരെ പറഞ്ഞു പഠിപ്പിക്കുന്ന ഒരു ഭാഗമാണ് മത്തായിയുടെ സുവിശേഷം 5-ാമത്തെ അധ്യായത്തിന്റെ തുടക്കം മുതൽ നമ്മൾ കാണുന്നത്. ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം ഈ 5-ാമത്തെ അധ്യായത്തിൽ ദൈവത്തോട് ഈ ശിഷ്യന്മാരോടും ജനത്തോട് പറഞ്ഞ ശേഷം ഒടുവിലത്തെ വാക്യം 48-ാമത്തെ വാക്യത്തിൽ കർത്താവ് ഒരു സ്റ്റേറ്റ്മെന്റ് പറയും. 48-ാമത്തെ വാക്യത്തിൽ കർത്താവ് പറയുന്നത് ഇങ്ങനെയാണ്: ആകയാൽ നിങ്ങളുടെ സ്വർഗീയ പിതാവ് സൽഗുണപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും സൽഗുണപൂർണൻ ആകുവിൻ. നിങ്ങളുടെ പിതാവ് സൽഗുണപൂർണനായിരിക്കുന്നത് പോലെ, നിങ്ങളുടെ സ്വർഗീയ പിതാവ് സൽഗുണപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും പൂർണരാകുവിൻ. Be a perfect as your father is perfect. ഇത് മനുഷ്യനെ പിന്തുടരുവാൻ
ഒരു വളരെ ഉയർന്ന നിലവാരം യേശു അവിടെ പ്രസന്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇത് ഒരു വളരെ ഉയർന്ന നിലവാരം അല്ല എന്ന് പറയുവാൻ നമുക്ക് ആർക്കെങ്കിലും സാധിക്കില്ല. സൽഗുണ പൂർണ്ണനാകുവൻ, പെർഫെക്റ്റ് ആകുവൻ. ഇതൊരു വളരെ വലിയൊരു വെല്ലുവിളിയാണ്. കാര്യം ആരും ഒരു കാലത്തും തികഞ്ഞവരാകില്ല ഈ ലോകത്ത്. ഇല്ലേ? ആർക്കെങ്കിലും പറയുവാൻ സാധിക്കുമോ ഞാൻ തികഞ്ഞവനാണെന്ന്? ഇനി ഒരുത്തൻ അങ്ങനെ പറഞ്ഞാൽ നമ്മൾ അവനെ അഹങ്കാരി എന്ന് വിളിക്കും. കാര്യം ആർക്കും ദൈവമല്ലാതെ ആർക്കും പെർഫെക്റ്റ് ആകുവാൻ ഈ ലോകത്ത് സാധിക്കില്ല. എന്നിട്ടും യേശു ഒരു നിലവാരം, നമ്മളുടെ ജീവിത നിലവാരം ഇതായിരിക്കണം എന്നർത്ഥത്തിൽ നമ്മുടെ മുന്നിൽ വെൽക്കുന്ന ഒരു സാഹചര്യമാണ് നമ്മളിവിടെ കാണുന്നത്. അപ്പൊ എന്തുകൊണ്ടാണ് യേശു അത് ചെയ്തത്? യേശുവിന് അറിയില്ലേ പാപികളായ മനുഷ്യർ, രക്ഷിക്കപ്പെട്ട പാപികളാണെങ്കിൽ പോലും ഒരിക്കലും ഈ ഒരു നിലവാരം പാലിക്കുവാൻ സാധിക്കില്ല. അപ്പൊ യേശുവിന് അതറിയാം. അറിഞ്ഞുകൊണ്ട് ഇത്രയും വലിയ ഒരു നിലവാരം നമുക്ക് വേണ്ടി എന്തിനു തന്നു? അതാണ് ക്രിസ്തീയ വിശ്വാസത്തിന്റെ പ്രതിഭ. തന്റെ ശിഷ്യന്മാരിൽ നിന്നും അല്ലെങ്കിൽ ഈ വിശ്വാസികളിൽ നിന്നും അനുയായികളിൽ നിന്നും പൂർണ്ണത ആവശ്യമാണ്. ഇതൊരു വൈരുദ്ധ്യമാണോ? അല്ല. എന്നാൽ ഒരു വിരോധാഭാസമാണ്. ഇതൊരു വൈരുദ്ധ്യമല്ല, പക്ഷെ ഒരു വിരോധാഭാസമാണ്. കാരണം യേശു നമ്മൾക്ക് ആ ഒരു നിലവാരത്തിലേക്ക് കുതിക്കുവാൻ സാധിക്കില്ല എന്ന് കണ്ടിട്ടും നമുക്ക് ഈ ഒരു നിലവാരം, നമ്മൾ ഉയരേണ്ട നിലവാരം ഇതാണെന്ന രീതിയിൽ, ഇതാണെന്ന അർത്ഥത്തിൽ നമുക്ക് നൽകിയിരിക്കുന്നതിന്റെ പിന്നിൽ ഉദ്ദേശം. കാരണം നമ്മൾ ഈ നിലവാരം വെച്ച് നമ്മളെ താരതമ്യം ചെയ്യണം. മനുഷ്യൻ ദൈവം തന്ന ഈ നിലവാരം, യേശു തന്ന ഈ നിലവാരത്തെ വെച്ച് നമ്മളെ താരതമ്യം ചെയ്യുമ്പോൾ 1 ദശലക്ഷം വർഷം ഈ ലോകത്ത് നമ്മൾ ജീവിച്ചാലും ഒരിക്കലും നമുക്ക് ഈ യോഗ്യത നേടാൻ കഴിയില്ല എന്ന ബോധ്യം മനുഷ്യന് വരണം. അങ്ങനെ ഒരു മനുഷ്യന് ആ ഒരു ബോധ്യം വരുമ്പോൾ മാത്രമേ ഈ നിലവാരം സൗജന്യമായി നൽകുന്ന ദൈവത്തിന്റെ ദാനത്തെ നമുക്ക് മനസ്സിലാകത്തുള്ളൂ. ഈ പെർഫെക്റ്റ്നെസ് നമ്മിൽ ഒരിക്കലും ഉണ്ടാകില്ല. പക്ഷെ ഈ പെർഫെക്റ്റ്നെസ് ആണ് ദൈവം ആവശ്യപ്പെടുന്നത്, ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് യേശുക്രിസ്തു എന്ന പെർഫെക്റ്റ് ആയ മനുഷ്യനിലൂടെ മാത്രമേ നമുക്ക് ഈ ഒരു നേട്ടം നേടുവാൻ സാധിക്കുള്ളൂ എന്ന ബോധം നമുക്കുണ്ടാകുവാൻ വേണ്ടിയാണ് ഈ ഒരു നിലവാരം നമ്മുടെ മുന്നിൽ വെക്കുന്നത്. യേശു പറയുന്നത്, പരീശന്മാരെ നോക്കൂ, അവരുടെ നീതി, അവരുടെ പുറമെ ഭയങ്കര നീതിമാന്മാരാണ്. പുറമെ അവരുടെ നീതിയെ എക്സീഡ് ചെയ്യുന്ന, അവരുടെ ജീവിത രീതികൾ പറഞ്ഞാൽ നമ്മൾ അതിശയിച്ചു പോകും. അപ്പൊ അവരുടെ ഈ പുറമേ കാണുന്ന നീതിയെ പോലും വെല്ലുവിളിക്കുന്ന തരത്തിലുള്ളൊരു നീതി നിങ്ങളിൽ ഉണ്ടാകണമെന്നാണ് യേശു ആവശ്യപ്പെട്ടിരിക്കുന്നത്. അത് ചെയ്യുവാൻ പ്രയാസം, മാനുഷികമായിട്ട് അത് സാധ്യമല്ല. അപ്പൊ ഈ ഒരു തിരിച്ചറിവ് മനുഷ്യൻ ഉണ്ടാകുവാൻ വേണ്ടി നമുക്കൊരിക്കലും ഈ സൽഗുണപൂർണ്ണനാകുവാൻ സാധിക്കില്ല. യേശുവിന് മാത്രമേ ആ സൽഗുണ പൂർണ്ണത നമുക്ക് നൽകുവാൻ സാധിക്കത്തുള്ളൂ. അവന്റെ മരണത്തിലൂടെ, അവന്റെ ഉയർപ്പിലൂടെ, നമ്മുടെ ജീവിതത്തിലെ സാന്നിധ്യത്തിലൂടെ, അവന്റെ രക്ഷ നമ്മുടെ ജീവിതത്തിൽ ഒരു അനുഭവമാക്കുന്നതിലൂടെ മാത്രമേ നമുക്കത് സാധിക്കത്തുള്ളൂ എന്ന ബോധം നമുക്ക് വരുവാൻ വേണ്ടി ഈ ഒരു വലിയ നിലവാരം, ഉയർന്ന നിലവാരം യേശു
മനുഷ്യർക്ക് നൽകുന്നു. പക്ഷെ ഒരു കാര്യം ഇന്ന് പകൽക്കാലം, ഇന്ന് ഈ രാവിലെ സമയം നിങ്ങളുമായി പങ്കുവെക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഈ നിലവാരം നമുക്ക് നേടണമെന്നറിയാം. നമ്മൾ അത് മനസ്സിലാക്കി നമ്മൾ യേശുക്രിസ്തുവിന്റെ സമീപത്ത് പോയി കർത്താവിൽ നിന്നും ആ രക്ഷ വാങ്ങിച്ചു. ക്രിസ്തു യേശുവിൽ ആ നിലവാരം നേടുന്നതിന് വേണ്ടിയിട്ടുള്ള നേടി അതിന്റെ പൂർണ്ണത നമ്മൾ മരണാന്തരം ക്രിസ്തുവിന്റെ മുന്നിൽ, ദൈവത്തിന്റെ മുന്നിൽ നിൽക്കുമ്പോൾ നമുക്ക് ആ പൂർണ്ണത കൈവരിക്കുവാൻ സാധിക്കും. എങ്കിലും ഈ ലോകത്ത് നമ്മൾ ജീവിക്കുമ്പോൾ ഈ നിലവാരം നമുക്ക് പാലിക്കുവാൻ പറ്റാതെ വരുമ്പോൾ, ദൈവവചന ഉപദേശങ്ങൾ പലപ്പോഴും നമുക്ക് പാലിക്കുവാൻ പറ്റാതെ വരുമ്പോൾ, ഒരു കാര്യം നമ്മൾ മറന്നു പോകുവാൻ പാടില്ല. ഈ ദൈവത്തിന്റെ സ്റ്റാൻഡേർഡ് മെയിൻറ്റെയിൻ ചെയ്യാൻ നമുക്ക് പറ്റാത്തപ്പോഴും ദൈവം നമ്മളെ സ്നേഹിക്കുന്നു. ആ ഒരു നിലവാരം നമുക്ക്, ആ നിലവാരത്തിനൊത്തവണ്ണം ഉയരുവാനോ പലപ്പോഴും ക്രിസ്തീയ ജീവിതം ഇവിടെ വിജയകരമായി ജീവിക്കുവാനോ നമുക്ക് സാധിക്കുന്നില്ല എന്നുള്ളത് സത്യമല്ലേ? പക്ഷെ അതിന്റെ അർത്ഥം ദൈവം നമ്മളെ സ്നേഹിക്കുന്നില്ല എന്നല്ല, മറിച്ച് ദൈവം നമ്മളെ അപ്പോഴും സ്നേഹിക്കുന്നു. നോക്കൂ, ഞാനിപ്പോ ഈ പറയുന്ന കാര്യം ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ, നിങ്ങളുടെ ആരുടെയും ജീവിതത്തിൽ, എന്റെ ജീവിതത്തിലോ പാപത്തെ പ്രോത്സാഹിപ്പിക്കുവാൻ വേണ്ടി പറയുന്ന കാര്യമല്ല. പക്ഷെ ഒരു സത്യം ഇതാണ്, ഒരു വിശ്വാസി ആ ഒരു ക്രിസ്തുയേശു നിമിത്തം എനിക്ക് അതിനുള്ള കൃപ ദൈവം തന്നിട്ടുണ്ട്. എനിക്ക് ഈ ലോകത്ത് ഏതൊരു പ്രതിസന്ധിയെയും തരണം ചെയ്യുവാനുള്ള കൃപ ദൈവം തന്നിട്ടുണ്ട്. ഏത് പ്രലോഭനത്തിനെയും ജയിക്കുവാനുള്ള കഴിവ് ദൈവം തന്നിട്ടുണ്ടെന്ന ബോധ്യം ഉള്ളപ്പോൾ തന്നെ നമ്മൾ പലപ്പോഴും വി ആർ ഷോർട്ട് കമ്മിങ്. അപ്പോൾ നിരുത്സാഹപ്പെട്ടു പോകാതിരിക്കുവാൻ വേണ്ടി, മറിച്ച് അല്ലാതെ പാപത്തെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല. ഞാൻ പറയുന്നു, ദൈവം നമ്മളെ അപ്പോഴും നമ്മുടെ അപൂർണതയിലും, നമ്മുടെ അപൂർണതയുടെ നടുവിലും ദൈവം നമ്മളെ സ്നേഹിക്കുന്നു. അതുകൊണ്ട് നമ്മൾ ഒരുപക്ഷെ നമ്മൾ ദൈവത്തെ പ്രസാദിപ്പാൻ തക്കവണ്ണം നമുക്ക് പലപ്പോഴും സാധിക്കാതെ വരുമ്പോഴും മടുത്തു പോകരുത്. നമ്മുടെ പരാജയങ്ങൾ കാരണം നാം ക്രിസ്തീയ ജീവിതത്തിൽ തളർന്നു പോകരുത്. ശരിയാണ്, നമുക്ക് തോൽവികൾ സംഭവിക്കും നമ്മുടെ ജീവിതത്തിൽ. നമ്മൾ പലപ്പോഴും ക്രിസ്തീയ ആത്മീയ ജീവിതത്തിൽ പലപ്പോഴും തോൽവികൾ സംഭവിക്കും. നമ്മൾ പലപ്പോഴും ആ ഒരു ദൈവം പ്രതീക്ഷിക്കുന്ന ഒരു നിലവാരം നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാതെ പറ്റിപ്പോകുന്ന പല സന്ദർഭങ്ങളുണ്ട്. പക്ഷെ അതിന്റെ ആ സംഭവങ്ങളിൽ പോലും ഒരു സുവിശേഷകൻ എന്ന നിലയിലോ അല്ലെങ്കിൽ ഒരു സഭാ നേതാവ് എന്ന നിലയിലോ അല്ലെങ്കിൽ ഒരു ലീഡർ എന്ന നിലയിലോ ഒക്കെ പലപ്പോഴും നമ്മൾ അയോഗ്യരാകും. അതും സത്യം തന്നെയാണ്, അയോഗ്യരാകും. നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സുവിശേഷ പ്രവർത്തനങ്ങളിൽ നിന്നും മറ്റു മിനിസ്ട്രികളിൽ നിന്നും നമ്മുടെ ജീവിതത്തിലെ പാപവും നമ്മുടെ ആ സ്റ്റാൻഡേർഡ് മെയിൻറ്റെയിൻ ചെയ്യുവാൻ സാധിക്കാത്തതുമായിട്ടുള്ള കാര്യങ്ങൾ നമ്മളെ അയോഗ്യരാക്കും, അതിൽ സംശയമില്ല. എങ്കിൽ പോലും ക്രിസ്തുവിന്റെ സഭയുടെ ഭാഗമാകുന്നതിൽ നിന്ന്, ക്രിസ്തുവിന്റെ ശരീരത്തിലെ ഒരു കണിയായിരിക്കുന്നതിൽ നിന്നും നമ്മൾ ഒരിക്കലും അയോഗ്യരാകില്ല. കാര്യം നമ്മുടെ യോഗ്യത കൊണ്ടല്ല നമ്മൾ ആ സഭയിൽ ഒരു കണിയായി തീർന്നത്, ആ ശരീരത്തിൽ ഒരു മോളിക്യൂളായി തീർന്നത്. അവനാണ് നമ്മളെ യോഗ്യനാക്കിയത്, അവന്റെ രക്ഷയിലൂടെയാണ് നമ്മൾ അതുകൊണ്ട് നമ്മൾ പലപ്പോഴും ഈ സഭയിൽ നമ്മൾ ക്രിസ്തീയ ശരീരത്തിനുള്ളിൽ, ക്രിസ്തുവിന്റെ ശരീരത്തിൽ ആയിരിക്കുന്നവൻ അതിൽ നിന്നും പുറത്തു വരുന്നില്ല. പക്ഷെ പലപ്പോഴും ആ സ്റ്റാൻഡേർഡ് മെയിൻറ്റെയിൻ ചെയ്യാത്തത് കൊണ്ട് നമുക്കതിന്റെ കോൺസിക്വൻസസ്, അതിന്റെ അനന്തരഫലങ്ങൾ പലപ്പോഴും നമുക്ക് അനുഭവിക്കേണ്ടി വരും. പക്ഷെ അപ്പോഴും നമ്മൾ ആലോചിക്കണം, നമ്മൾ അതിന്റെ അനന്തരഫലങ്ങൾ അനുഭവിക്കുമ്പോഴും, അതിന്റെ ശിക്ഷ അനുഭവിക്കുമ്പോഴും, അതിന്റെ കഷ്ടം അനുഭവിക്കുമ്പോഴും, അതിന്റെ പ്രയാസങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും നമ്മൾ മനസ്സിലാക്കണം, അത് ശരിയാണ്, ചില ഉത്തരവാദിത്തങ്ങളിൽ നിന്നും ചില പ്രിവിലേജസിൽ നിന്നും നമ്മളെ ദൈവം മാറ്റിയേക്കും. പക്ഷെ ഒരിക്കലും നമ്മൾ അവന്റെ ശരീരത്തിൽ നിന്നും
അയോഗ്യരാകില്ല. അതുകൊണ്ട് നമ്മൾ ഒരിക്കലും മടുത്തു പോകാതെ, നമ്മൾ വിശ്വാസത്തെ ത്യജിക്കാതെ നമ്മൾ പിന്മാറ്റത്തിലേക്ക് പോകരുത്. കാരണം നമ്മൾ സൽഗുണപൂർണ്ണനായിരിക്കണമെന്ന് കർത്താവ് പറയുമ്പോഴും നമുക്കത് സാധിക്കില്ല എന്ന ബോധം ദൈവത്തിന് നന്നായി ഉണ്ട്. അപ്പൊ നമ്മളെ അതിന് ബലപ്പെടുത്തുവാനും നമ്മളെ അതിനുവേണ്ടി നമ്മളെ നടത്തുവാനുമായി പൊന്നു തമ്പുരാൻ തന്റെ പരിശുദ്ധാത്മാവാം ദൈവത്തെ നമ്മുടെ ഉള്ളിൽ നൽകിയിരിക്കുന്നു. അപ്പോഴും നമ്മൾ നമ്മുടെ ഇച്ഛാശക്തി കൊണ്ട് പലപ്പോഴും പരിശുദ്ധാത്മാവിന്റെ ശക്തിയെ അമർച്ച ചെയ്തും ദുഃഖിപ്പിച്ചും കെടുത്തിയും നമ്മൾ ജീവിക്കും. പക്ഷെ അപ്പോഴും നമ്മൾ എല്ലാം പോയി, എല്ലാം അവസാനിച്ചു, ദിസ് ഇസ് ദി എൻഡ് ഓഫ് ഇറ്റ് എന്ന് പറഞ്ഞ് നമ്മൾ നിരാശപ്പെട്ട് സഭയിൽ നിന്ന്, ദൈവത്തിന്റെ ശരീരത്തിൽ നിന്ന് പുറത്തായി എന്ന് നമ്മൾ ഒരിക്കലും ചിന്തിക്കരുത്. നമ്മൾ എല്ലാവരും ദൈവീകമായിട്ട് ജീവിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. നമ്മൾ എല്ലാവരും നല്ല മനുഷ്യരായിരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. നമ്മൾ ആരും തോൽക്കരുതെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. നമ്മൾ എല്ലാവരും ദൈവത്തെ കൂടുതൽ നന്നായി മനസ്സിലാക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. നമുക്ക് ഒരു സ്ഥിരതയുള്ള, ദൈവവുമായി ചേർന്നുള്ള ഒരു സ്ഥിരതയുള്ള ഒരു നടത്തം, നമ്മൾ ആത്മീയ ജീവിതം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. പക്ഷെ യാഥാർത്ഥ്യം എന്ന് പറയുന്നത് പലപ്പോഴും നമുക്ക് നമ്മുടെ നടപ്പിൽ കോട്ടം തട്ടിയേക്കാം. അത് തട്ടണം, അല്ലെങ്കിൽ ഒരു പിന്മാറ്റം ഉണ്ടാകണം എന്നല്ല, ഉണ്ടായേക്കാം. പക്ഷെ അപ്പോഴും നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ അപൂർണതയിലും നമ്മളെ സ്നേഹിക്കുന്ന ഒരു ദൈവം നമുക്കുണ്ട്. ഇപ്പൊ നോക്കൂ, നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും സ്ഥിരമായ കാര്യം, പലപ്പോഴും പല വിശ്വാസികളുടെയും ജീവിതത്തിലെ ഏറ്റവും സ്ഥിരമായ കാര്യം അവരുടെ അസ്ഥിരതയാണ്, ഇല്ലേ? അപ്പൊ പക്ഷെ നമ്മളത് തിരിച്ചറിയേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട്. നമ്മുടെ ജീവിതത്തെ പരിശോധിച്ചിട്ട് ശരിയാണല്ലോ, എത്രയോ വർഷമായി ഞാൻ വിശ്വാസ ജീവിതത്തിലേക്ക് കടന്നു വന്നിട്ട് പക്ഷെ ഒരു ഇഞ്ച് പോലും എനിക്ക് വളരുവാൻ സാധിച്ചിട്ടില്ല. വിശ്വാസ ജീവിതത്തിൽ എനിക്ക് ഒരു മുരണ്ട ജീവിതമാണല്ലോ, ഒരു കുറുകിപ്പോയ ജീവിതമാണല്ലോ എന്നൊരു ബോധം നമുക്ക് വേണം. പക്ഷെ അതിന്റെ അർത്ഥം നമുക്കിനി ക്രിസ്തുവിന്റെ ശരീരത്തിൽ പങ്കില്ല എന്നല്ല, ഇല്ലേ? പ്രിയ സുഹൃത്തുക്കളെ, പലപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ക്രിസ്തീയ ജീവിതം, ക്രിസ്തീയ വിശ്വാസം എന്ന് പറയുന്നത് ചില പ്രവൃത്തികളാൽ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ല. ഉദാഹരണത്തിന്, ഒരു ദിവസം രാവിലെ നമ്മൾ എഴുന്നേറ്റ് ഇത്ര സമയം പ്രാർത്ഥിച്ചു, പിന്നെ ഉച്ചയ്ക്ക് ഇത്ര സമയം പ്രാർത്ഥിച്ചു, വൈകിട്ട് ഇത്ര സമയം പ്രാർത്ഥിച്ചു, കുടുംബമായി പ്രാർത്ഥിച്ചു, കുറെ ബൈബിൾ വായിച്ചു. അപ്പൊ ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ട് നമ്മൾ ആ ക്രിസ്തീയ ജീവിതത്തിൽ വളരുന്നു എന്നോ അല്ലെങ്കിൽ ക്രിസ്തീയ വിശ്വാസിയാണെന്ന് പോലും നമുക്ക് പറയുവാൻ സാധിക്കത്തില്ല. പക്ഷെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് അതൊരു ആത്മീയ ഫോർമുലയല്ല. ഓക്കെ, രാവിലെ 25 മിനിറ്റ് വേദപുസ്തക വായന, ഉച്ചയ്ക്ക് 15 മിനിറ്റ് പ്രാർത്ഥന, ആദ്യം സ്നാനം, വെള്ളത്തിൽ പോയി സ്നാനപ്പെട്ട് പ്ലസ് സ്നാനം പ്ലസ് പിന്നെ എല്ലാ ദിവസവും 25 മിനിറ്റ് പ്രാർത്ഥന, 3/4 മണിക്കൂർ വേദപുസ്തകം വായന, എല്ലാ ഞായറാഴ്ച എല്ലാ ബൈബിൾ സ്റ്റഡി അറ്റൻഡ് ഇസ് ഈക്വൽ ടു ഞാൻ ക്രിസ്ത്യൻ അല്ല. നോക്കൂ, ഞാൻ ഇപ്പോഴും വീണ്ടും ഞാനിത് പറഞ്ഞു, നിങ്ങൾ പക്വതയുള്ള വിശ്വാസികൾ എന്ന നിലയിലാണ് ഞാൻ നിങ്ങൾ ഇതുമായി പങ്കുവെക്കുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ പാപത്തെ പ്രോത്സാഹിപ്പിക്കുവാൻ വേണ്ടി പറയുന്ന കാര്യങ്ങളല്ല. അപ്പൊ ക്രിസ്തീയ ജീവിതം എന്ന് പറഞ്ഞാൽ കുറച്ച് കാര്യങ്ങൾ ചിട്ടയായി ചെയ്യുന്നതല്ല, മറിച്ച് എന്താണ്, അതൊരു ബന്ധമാണ്. ആത്മീയത എന്ന് പറയുന്നത് ഒരു നമ്മുടെ കഴിവുകളുമായി ബന്ധപ്പെട്ട കാര്യമല്ല, അത് ദൈവവുമായിട്ടുള്ള അടുപ്പവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. നമ്മൾ മിടുക്കരായി നമ്മൾ നല്ല 100 out of 100 മേടിക്കുന്ന കുട്ടികളെ പോലെ എല്ലാം ചിട്ടയായി ചെയ്യുന്നതല്ല
ക്രിസ്തീയ ജീവിതം. അപ്പോഴും ചിട്ടയായി ചെയ്യരുതെന്നല്ല, ചിട്ടയായി തന്നെ എല്ലാം ചെയ്യണം, ചന്തവും ഉചിതവുമായി എല്ലാം. പക്ഷെ അതിന്റെ അർത്ഥം ആ ചന്തവും ഉചിതവുമായി എല്ലാം ചെയ്യുന്നത് കൊണ്ട് നിങ്ങളും ഞാനും ഒരു വിശ്വാസിയാകുന്നാണോ? അല്ല. അപ്പോ ഇത് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുവാനുള്ള നമ്മുടെ കഴിവല്ല നമ്മുടെ ആത്മീയത എന്ന് പറയുന്നത്. ദൈവവുമായിട്ടുള്ള നമ്മുടെ അടുപ്പമാണ് നമ്മുടെ ആത്മീയത. ആത്മീയത എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിന്റെ പൂർണ്ണതയല്ല, ബന്ധമാണ്. ഒരു ഫോർമുലയല്ല, ബന്ധമാണ്. അപ്പൊ നമ്മുടെ ജീവിതത്തെ നമ്മൾ പരിശോധിക്കുമ്പോൾ, ഞാൻ എന്റെ ജീവിതത്തെ പരിശോധിക്കുമ്പോൾ എന്റെ ആത്മീയ തകർച്ചകളെ കാണുവാൻ എനിക്ക് അതെനിക്ക് ഐ ഷുഡ് ബി ഏബിൾ ടു, എനിക്കത് തിരിച്ചറിയുവാൻ പരിശുദ്ധാത്മാവിന്റെ കൃപയാൽ, പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യത്താൽ എന്റെ ജീവിതം എടുത്ത് നോക്കുമ്പോൾ, ഞാൻ അങ്ങനെ പറഞ്ഞു, അല്ലെങ്കിൽ ഞാൻ അവിടെ പോയി, അല്ലെങ്കിൽ ഞാൻ അത് ചെയ്തു. ഐ എം നോട്ട് സ്പീക്കിംഗ് അബൌട്ട് ദാറ്റ്. അതിനെ കുറിച്ചല്ല ഞാൻ പറയും. മൊത്തം ജീവിതം നമ്മൾ പരിശോധിക്കുമ്പോൾ, ആ മൊത്തം ജീവിതം എടുത്ത് പരിശോധിക്കുമ്പോൾ എനിക്ക് കാണുവാൻ, എന്റെ അപൂർണത തിരിച്ചറിയുവാൻ എനിക്ക് സാധിക്കണം. ഞാൻ എന്തുമാത്രം ക്രിസ്തുവിൽ നിന്നും ആ കൃപ എനിക്ക് ലഭിച്ചിട്ടുണ്ട്, അപ്പോഴും ഞാൻ അപൂർണനാണ്. അപ്പൊ അത് അംഗീകരിക്കണം. ഞാൻ അപൂർണനാണ് എന്നുള്ള ഒരു നമ്മൾ സ്വയം അത് അംഗീകരിക്കണം. അതാണ് ആത്മീയതയുടെ തുടക്കം. പിന്നീട് അങ്ങോട്ട് ഈ അപൂർണതയിൽ നമ്മൾ ദൈവത്തെ നിരന്തരം, ദൈവത്തിന്റെ മുഖം നോക്കിയിട്ടുള്ള നമ്മുടെ നടപ്പാണ്. നമ്മുടെ ജീവിതത്തിൽ അപ്പോഴും നമ്മൾ ഒരു നല്ല വിശ്വാസി എന്ന നിലയിൽ, ഒരു സത്യവിശ്വാസി എന്ന നിലയിൽ നമ്മുടെ നിശ്ചയത്തിൽ കുറവ് വരുമ്പോഴും, നമ്മുടെ പ്രവൃത്തികളിൽ കുറവ് വരുമ്പോഴും, നമ്മൾ കുഴപ്പത്തിലാകുമ്പോഴും, നമ്മൾ പെർഫെക്റ്റ് അല്ലാതിരിക്കുമ്പോഴും ഒക്കെ നമ്മൾ ഇൻ സ്പൈറ്റ് ഓഫ് ഓൾ ദാറ്റ്, ദൈവം നമ്മുടെ കൂടെ ഉണ്ട് എന്ന ഒരു ബോധ്യം, ആ ദൈവത്തെ പ്രസാദിപ്പിക്കുവാനുള്ള ഒരു ആഗ്രഹം. നമുക്ക് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സത്യവേദ പുസ്തകത്തിന്റെ ഈ പേജുകളിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എത്രയോ ആളുകളെ കാണാൻ സാധിക്കും. എത്രയോ ആളുകൾ ഇത് നിറഞ്ഞു കവിയുന്നതാണ് അപൂർണരായ മനുഷ്യരാണ്. അപൂർണരായ മനുഷ്യരാണ് ഈ വേദപുസ്തകത്തിനകത്ത്. ഈ അപൂർണരായ മനുഷ്യരുടെ ഒരു പ്രവൃത്തി, അവരുടെ അപൂർണതയെ വിളിച്ചറിയിക്കുന്ന, അവരുടെ അപൂർണതയെ ചൂണ്ടിക്കാണിക്കുന്ന അനേകം പ്രവൃത്തികൾ ഇതിനകത്ത് എഴുതിയിട്ടുണ്ട്. പക്ഷെ അതൊന്നും തന്നെ ദൈവം നമ്മളെ പറ്റിക്കുവാനായി മായ്ച്ചു കളഞ്ഞിട്ടില്ല. ദാവീദ് എന്റെ ഹൃദയത്തിന്റെ പിന്നാലെ വന്നവൻ, ഡേവിഡ് ഇസ് എ മാൻ ആഫ്റ്റർ ഗോഡ്സ് ഓൺ ഹാർട്ട് എന്ന് വേദപുസ്തകം പറയുമ്പോഴും ദാവീദ് ചെയ്ത മ്ലേച്ഛതകളും അവിടെ ഉണ്ട്. അബ്രഹാമും മോശയും ഇവരെ കുറിച്ചും യാക്കോബും ഇസഹാക്കും, ഇവരുടെ എല്ലാം ജീവിതത്തിന്റെ എല്ലാ ഭാഗങ്ങളും ഈ വേദപുസ്തകത്തിലുണ്ട്. ഗിദിയോനെ നമുക്ക് കാണാം, ബാറാക്കിനെ കാണാം, ശിംശോനെ കാണാം, ജഫ്തായെ കാണാം, ശാമൂലിനെ കാണാം. ഇവരുടെ എല്ലാം കുറവുകൾ, ഇവരുടെ എല്ലാം ജീവിതത്തിലെ കുറവുകൾ. ഇവരാരും സൽഗുണ സമ്പൂർണരല്ലായിരുന്നു എന്നുള്ളൊരു വസ്തുത നമ്മൾ മനസ്സിലാക്കണം. പക്ഷെ എന്നിട്ടും ദൈവത്തിന് അവരിലൂടെ എന്തെല്ലാം ചെയ്യാൻ സാധിച്ചു. എന്നിട്ടും ദൈവത്തിന് അവരെ അവന്റെ മഹത്വത്തിനായി ഉപയോഗിക്കുവാൻ സാധിച്ചില്ലേ? See, our God is always a God of in spite of. He is a God of in spite of. But God, നമ്മൾ റോമൻസിൽ വായിച്ചു, but God, ഇങ്ങനെയൊക്കെ ആയിരുന്നെങ്കിലും ദൈവം. പക്ഷേ ഈ എബ്രായരുടെ ലേഖനം 11-ാമത്തെ അധ്യായത്തില് 34-ാമത്തെ വാക്യം നമ്മൾ വായിക്കുകയാണെങ്കിൽ, എബ്രായരുടെ ലേഖനം 11-ാമത്തെ അധ്യായം നമുക്കറിയാം, കുറെ വിശ്വാസ വീരന്മാരെ അവിടെ പ്രസന്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ നമ്മൾ ആ 11-ാമത്തെ അധ്യായത്തിലെ 34-ാമത്തെ വാക്യത്തിന്റെ അവിടെ ഒരു ഭാഗത്തിൽ, ഇംഗ്ലീഷിൽ ഒടുവിലാണ്, മലയാളത്തിൽ അതിന് ഇടക്കായിട്ട് വരും, അവിടെ ബലഹീനതയിൽ ശക്തി പ്രാപിച്ചു. അങ്ങനുണ്ടോ? ആരെങ്കിലും ഉത്തരം പറയും, അങ്ങനുണ്ടോ? ബലഹീനതയിൽ ശക്തി.
ഇവരെല്ലാം ബലഹീനരായ മനുഷ്യരാണ്. ശിംശോൻ ബലഹീനനായ മനുഷ്യനാണ്. ബലഹീനതയിൽ അവർ ശക്തി പ്രാപിച്ചു. അതാണ് ആത്മീയമായി കൺസിസ്റ്റന്റ് അല്ലാത്ത, ആത്മീയമായി ബലഹീനരായ കുഴപ്പക്കാരായ ആളുകളിലൂടെ ദൈവത്തിന് ചെയ്യുവാൻ കഴിയുന്ന കാര്യങ്ങൾ. നോക്ക്, ഞാൻ എപ്പോഴും ആലോചിക്കും, ഈ എബ്രായരുടെ ലേഖനം 11-ാമത്തെ അധ്യായം കടവുൾ വിശ്വാസ വീരന്മാരെയാണല്ലോ നമ്മുടെ. പക്ഷെ എത്ര വീക്ക് ആക്ച്വലി ദീസ് മെൻ വർ സോ വീക്ക്. ഇവർക്ക് എന്തെല്ലാം ഫ്ലോസ്. സാറയുടെ പേര് അവിടെ ഉണ്ട്. സാറ ദൈവത്തിന്റെ ഏഞ്ചൽ ഓഫ് ദ ലോർഡ് കെയിം, നീ ചിരിച്ചു എന്ന് പറഞ്ഞപ്പോ മുഖത്ത് നോക്കി ഇല്ല എന്ന് പറഞ്ഞ ആളാ. ഇല്ല, ഞാൻ ചിരിച്ചില്ല. ഇല്ലേ? അപ്പൊ ഈ വിശ്വാസ വീരന്മാരെന്ന് വീരന്മാർ അങ്ങനെ നമ്മൾ പറയല്ലേ, വിശ്വാസ വീരന്മാരെന്ന് പറയുന്ന ആളുകൾ എത്ര ബലഹീനരാണ്. പക്ഷെ ആ ബലഹീനതയിൽ നിന്നും വലിയ ശക്തിയിൽ ദൈവം പലതും ചെയ്യുവാൻ സാധിച്ചു എന്നുള്ള ഒരു വസ്തുതയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമുക്ക് വേദപുസ്തകത്തിലെ ഏറ്റവും ഗ്രേറ്റ്സ് ആയിട്ടുള്ള ഓരോ വ്യക്തികളെയും നമുക്ക് എടുത്തു നോക്കാം. ആദാമും ഹവ്വയും തൊട്ട് തുടങ്ങിയാൽ നമുക്ക് കാണാം എങ്ങനെയാണ് മനുഷ്യൻ എന്തെല്ലാം പ്രശ്നങ്ങളാണ് അവർ നിമിത്തം ഉണ്ടായത്. അബ്രഹാം, ഇസഹാക്ക്, ജേക്കബ്, ഇവരാരും സ്ഥിരത ഉണ്ടായിരുന്ന മനുഷ്യരല്ല. മോശ, ദാവീദ്, ഇല്ലേ? എന്റെ അഭിപ്രായത്തില് പഴയ നിയമത്തിൽ യേശുവിനെ പ്രതിഫലിക്കുന്ന ഒരു ക്യാരക്ടർ ഉണ്ടെങ്കിൽ യോസെഫാണ്. ബാക്കി നമ്മളെ ആരെ എടുത്തു നോക്കിയിരുന്നാലും എല്ലാവരിലുള്ള സാരമായ കുഴപ്പങ്ങൾ. കുട്ടികൾ ചോദിക്കും, അതെന്താ യാക്കോബിന് 4 ഭാര്യമാരോ? ഇവരുടെ എല്ലാം ജീവിതം നമ്മൾ പരിശോധിച്ചാൽ നമുക്ക് കാണാം എന്തോ എഗെയിൻ ഞാൻ വീണ്ടും നിങ്ങൾ പക്വതയുള്ള വിശ്വാസികൾ എന്ന നിലയിലാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഒരിക്കലും പാപത്തെ പ്രോത്സാഹിപ്പിക്കുവാനല്ല. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കണം, കുറവുകളുണ്ട് നമുക്ക്. നമ്മൾ സൽഗുണ പൂർണ്ണരായിരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ദൈവത്തിലൂടെ മാത്രമേ അത് സാധിക്കത്തുള്ളൂ, മനുഷ്യന് സാധ്യമല്ല. എങ്കിൽ പോലും നമ്മുടെ ബലഹീനതകളിൽ, നമ്മുടെ അസ്ഥിരതകളിൽ, നമ്മുടെ അവിശ്വാസത്തിൽ, നമ്മുടെ വിവേകമില്ലായ്മയിൽ നമ്മൾ വീണു പോകുമ്പോൾ അപ്പോഴും ദൈവം നമ്മളെ സ്നേഹിക്കുന്നു എന്നുള്ള വസ്തുത നമുക്ക് ഒരിക്കലും മറക്കുവാൻ പറ്റില്ല. ഹൈപ്പർ ഗ്രേസ്, യൂണിവേഴ്സലിസം, ഇതൊന്നും ഞാൻ അംഗീകരിക്കുന്ന കാര്യങ്ങളല്ല. എനിക്ക് ഒരിക്കലും ഉൾക്കൊള്ളുവാൻ സാധിക്കാത്ത സുവിശേഷങ്ങളാണ് അത്. മറ്റെന്തോ സുവിശേഷങ്ങളാണ്. പക്ഷെ അതല്ല ഞാനിവിടെ പറയുന്ന കാര്യം, വേദപുസ്തകത്തിനകത്തുള്ള കാര്യം. എന്ത് തോന്നിയവാസവും കാണിക്കാൻ ദൈവം നിങ്ങളെ സഹായിക്കുന്നല്ല. എത്ര മ്ലേച്ഛമായി നിങ്ങൾക്ക് ജീവിക്കാൻ ദൈവം നിങ്ങളെ സഹായിക്കുമെന്നല്ല. അതല്ല ഒരു വിശ്വാസിയുടെ ആത്മീയ അവസ്ഥ. അവൻ നിലവിളിക്കും ദൈവത്തോട്. അവന്റെ പ്രയാസങ്ങളിൽ നിന്നും, അവന്റെ കുഴപ്പങ്ങളിൽ നിന്നും, അവന്റെ ബലഹീനതകളിൽ നിന്നും പുറത്തു വരുവാനായി അവൻ നിരന്തരം നിലവിളിച്ചുകൊണ്ടേയിരിക്കും, വ്യസനിക്കും, ദുഃഖിക്കും. അവൻ ആ റിസ്റ്റോറേഷന് വേണ്ടി വാഞ്ചിക്കും. ക്രിസ്തു യേശുവിനെ രക്ഷകനായി സ്വീകരിച്ച ആദ്യകാലങ്ങളിൽ എന്റെ ജീവിതത്തിൽ ഒരു പിന്മാറ്റം ഉണ്ടാകുമ്പോൾ, എന്റെ ജീവിതത്തിൽ ഒരു വീഴ്ച ഉണ്ടാകുമ്പോൾ എന്നെ അന്ന് സഹായിക്കുകയും ഇന്നും സഹായിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തിരുന്ന എന്റെ അച്ഛന് പ്രതിതുല്യമായിട്ടുള്ള വ്യക്തി എന്നോട് ചോദിക്കും, നീ ഇപ്പോൾ ഒരു ആട്ടിൻകുട്ടിയാണോ പന്നിയാണോ? നിനക്ക് ഈ ചള്ളക്കകത്ത് കിടക്കുന്നതിൽ നിനക്ക് സുഖമാണോ, അതോ ഇതിനകത്തു നിനക്ക് പുറത്തു വരണോ? അപ്പൊ നമുക്കൊരിക്കലും ഈ പാപത്തിന്റെ ഈ ചെളിക്കുഴിയിൽ, ഇതിനകത്ത് നമുക്ക് സന്തോഷമായി ഇരിക്കുവാൻ സാധിക്കും. നമുക്ക് പുറത്തു വരണം. we are lambs, we are sheep, we are not pigs. പക്ഷെ അപ്പോഴും ഈ പ്രയത്നത്തിന്, ഇതിന്റെ ഉള്ളിലേക്ക് പുറത്തേക്ക് വരുവാനായി നമ്മൾ ആഗ്രഹിക്കുകയും വാഞ്ചിക്കുകയും ചെയ്യുമ്പോൾ ചിലപ്പോൾ ചിലരെങ്കിലും നിരാശപ്പെട്ടു പോകും. അവിടെയാണ് ഞാൻ പറയുന്നത്, നിരാശപ്പെട്ടു പോകരുത്. നമ്മുടെ അസ്ഥിരതയിലും, നമ്മുടെ അവിശ്വാസത്തിലും, നമ്മുടെ വിവേകമില്ലായ്മയിലും ദൈവം നമ്മളെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നതിന്റെ അർത്ഥം നമ്മൾ ചെയ്യുന്ന പല പ്രവൃത്തികൾക്കും കോൺസിക്വൻസസ് ഉണ്ടാകത്തില്ല എന്നല്ല. ഒരു പിതാവ്
തന്റെ പുത്രനെ വേദപുസ്തകം പറയുന്നു, ദൈവം സ്നേഹിക്കുന്നവരെ അവൻ ശിക്ഷിക്കുന്നു. അപ്പൊ ദൈവം നമ്മളെ സ്നേഹിക്കുന്നു, നമ്മളുടെ പല പ്രവർത്തികളിലും നമ്മളെ തിരുത്തുകയും ചെയ്യും. പക്ഷെ അതിന്റെ അർത്ഥം നമ്മളെ അവൻ തള്ളിക്കളഞ്ഞു എന്നോ അല്ലെങ്കിൽ നമ്മളുമായി ഇനി ഒരു ബന്ധം ആഗ്രഹിക്കുന്നില്ല എന്നോ അല്ല. ഈ കർത്താവിന്റെ ശിഷ്യന്മാരെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ആരാണ് പെർഫെക്റ്റ്? ഇല്ലേ? അവര് ക്രിസ്തുവിനോട് ക്രിസ്തുവിന്റെ പിന്നാലെ പോകുവാനായി അവർ തയ്യാറായി. ക്രിസ്തു എവിടെ പോയാലും കൂടെ പോകാമെന്ന് പറഞ്ഞു. പക്ഷേ ആദ്യം മുതൽ നമുക്ക് അവസാനം യേശു ക്രിസ്തു മരിക്കുന്നതിന് തലേന്ന് വരെയും ഇതിനിടയ്ക്ക് എത്ര പ്രാവശ്യം ക്രിസ്തു അവരെ പറഞ്ഞ് മനസ്സിലാക്കി എന്നുള്ളത് നമ്മൾ വേദപുസ്തകം വായിച്ചാൽ മനസ്സിലാവും. ഇതിനിടയിൽ എല്ലാം അവർ ചോദിച്ചുകൊണ്ടിരുന്നു, ഹൂ ഇസ് ഗോയിങ് ടു ബി ദ ഗ്രേറ്റസ്റ്റ് ഇൻ ദ കിങ്ഡം ഓഫ് ഗോഡ്? ആരാണ് സ്വർഗരാജ്യത്ത് വലിയവൻ? ആദ്യം മുതൽ കർത്താവ് പറയുന്നതാണ്, ഒരു കുട്ടിയെ കണ്ടോ, ഇതുപോലാണ് ഞാൻ നിങ്ങളെ എല്ലാം കാണുന്നത്. ഐ സീ എവരിബഡി ആസ് എ ചൈൽഡ്, ആസ് എൻ ഇൻഫന്റ്. It is not even a child, it's an infant. He picked up a small infant and he said, this is how I see every one of you. നിങ്ങൾ ഈ കുട്ടികളെ കാണുമ്പോൾ ഗ്രേറ്റ് കുട്ടി ഒന്നുമില്ല. There is no great കുട്ടി. All children are children. ഗ്രേറ്റ് എന്ന് പറയോ? ഇല്ല. ഇങ്ങനെയാണ് ഞാൻ നിങ്ങളെ എല്ലാം കാണുന്നത്. അപ്പൊ നിങ്ങൾ എന്റെ അടുക്കലേക്ക് വരുമ്പോഴും ഇതുപോലെ വരണം. ശരി ശരി എന്ന് പറഞ്ഞിട്ട് പിന്നെയും മരിക്കുന്നതിന് തലേന്നും ഇവർ ഇതാണ് പറയുന്നത്, who is going to be the... അതാണ് അവരുടെ കുഴപ്പം. ഇല്ലേ? സ്ഥാനങ്ങൾക്ക് വേണ്ടിയുള്ള പരിശ്രമവും വല്ലാത്തൊരു ആവേശവും സ്വാർത്ഥതയും അവിശ്വസതയും ഒക്കെ അവർ പ്രകടിപ്പിച്ചു. മോസ്റ്റ് ഓഫ് ദ ടൈം ക്രിസ്തു പറഞ്ഞ കാര്യങ്ങൾ അവർക്ക് മനസ്സിലായി. അപ്പോഴും ഞാൻ പറയുന്നു, ഈ ഓൾഡ് ടെസ്റ്റമെന്റ് സെയിൻസിന്റെയും ന്യൂ ടെസ്റ്റമെന്റ് സെയിൻസിന്റെയും ഒക്കെ കുറവുകൾ ഞാൻ ചൂണ്ടിക്കാണിക്കുമ്പോൾ എന്ത് തോന്നിവാസവും ജീവിതത്തിൽ കാണിക്കാം. അപ്പോഴും ദൈവം നമ്മളെ സ്നേഹിക്കും. ആ അർത്ഥമല്ല നാം പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഓർക്കണം, ശിക്ഷ ഉണ്ടാകും, കോൺസിക്വൻസസ് ഉണ്ടാകും. പക്ഷെ അതിന്റെ അർത്ഥം അവൻ നമ്മളെ തള്ളിക്കളയുന്ന ഇല്ലേ? ഇനി ഞാൻ ഒരു പ്രത്യേക കാര്യം കൂടെ പറഞ്ഞോട്ടെ. അപൂർണതയും കാപട്യവും രണ്ടും രണ്ട് കാര്യങ്ങളാണ്. അപൂർണനായിരിക്കുന്നതും കാപട്യം കാണിക്കുന്നതും രണ്ടും രണ്ട് കാര്യങ്ങളാണ്. അപ്പൊ അപൂർണരായിരിക്കുമ്പോഴും ദൈവം നമ്മളെ സ്നേഹിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ കാപട്യവും കാണിച്ചിട്ട് ഈ ഒരു പ്രിൻസിപ്പിൾ അവിടെ അപ്ലൈ ചെയ്യുവാൻ ശ്രമിക്കരുത്. കാപട്യം എന്ന് പറയുന്നത് നമ്മൾ അല്ലാത്തതാണ് എന്ന് കാണിക്കുന്നതാണ് കാപട്യം, ഇല്ലേ? പക്ഷെ അപൂർണത എന്ന് പറഞ്ഞാൽ അതല്ല. അപൂർണത എന്ന് പറഞ്ഞാൽ ആ പറയുന്ന നിലവാരത്തിലേക്ക് കുതിക്കുവാനുള്ള ആഗ്രഹവും അതിനോളം പ്രയത്നവും പരിശ്രമവും ഭക്തിയും ഒക്കെ ഉണ്ടെങ്കിലും ആ ഒരു നിലവാരത്തിൽ എത്തുവാൻ സാധിക്കാത്ത ആ ഒരു വെപ്രാളം ആണ് അപൂർണം. പക്ഷെ കാപട്യം, ഹിപ്പോക്രൈറ്റ് എന്ന് പറയുന്നത് ദൈവത്തിനനുസൃതമായിട്ടാണ് തന്റെ ജീവിതമെന്ന് പറയുകയും എന്നാൽ ആ ഒരു നിലവാരത്തിലേക്ക് കൊണ്ടുവരുവാൻ ഒരു ഉദ്ദേശവും ഇല്ലാത്ത ഒരു വ്യക്തിയാണ് ഹിപ്പോക്രൈറ്റ്. ക്രിസ്തുയേശുവിനെ പോലെ ജീവിക്കുവാൻ പരിശ്രമിക്കുകയും തോറ്റുപോകുകയും ചെയ്യുന്നവനല്ല ഹിപ്പോക്രൈറ്റ്. ക്രിസ്തുയേശുവിനെ പോലെ ജീവിക്കുവാൻ പരിശ്രമിക്കുകയും സാധിക്കാത്തവനാണ് അപൂർണം. കാപട്യം എന്ന് പറയുന്നത് അതിന് പരിശ്രമം പോലും. അതുകൊണ്ട് കാപട്യത്തിൽ ജീവിക്കുന്നത് ഞാനാണെങ്കിലും നിങ്ങളാണെങ്കിലും ഇന്നത്തെ ഈ ഒരു സന്ദേശത്തിൽ നിന്ന് നിങ്ങൾ സമാധാനം ഉൾക്കൊള്ളരുത്. നിങ്ങൾക്ക് സമാധാനം ഇല്ല. കാപട്യത്തിൽ ജീവിക്കുന്നവന് അവനെ സമാധാനിപ്പിക്കാനല്ല ദൈവം ഇരിക്കുന്നത്, ശിക്ഷിക്കുവാനും തിരുത്തുവാനും. അപ്പോ സഭ എന്ന് പറയുന്നത് അപൂർണരായിട്ടുള്ള ആളുകളുടെ കൂട്ടായ്മ. നമ്മളെല്ലാവരും തിരുവനന്തപുരത്തുള്ളതുപോലെ, തിരുവനന്തപുരം ഇന്നലെ ഞാൻ നോക്കാം, അവിടെ ഇവിടെയൊക്കെ പോയപ്പോൾ എല്ലാ റോഡും പൊളിച്ചു വെട്ടി കുഴിച്ചിട്ടേക്കുക. ആ പറഞ്ഞതുപോലെ വി ആർ ഓൾ അണ്ടർ കൺസ്ട്രക്ഷൻ. നമ്മളെല്ലാവരും അണ്ടർ കൺസ്ട്രക്ഷൻ ആണ്. ഇല്ല, അങ്ങനെ വേദപുസ്തകം. നമ്മുടെ ശിഷ്യത്വം എന്ന് പറയുന്നത്, നമ്മുടെ ഡിസൈപ്പിൾഷിപ്പ് എല്ലായ്പ്പോഴും അപൂർണമാണ്. ക്രിസ്തുയേശുവിനെ പിന്തുടരുക എന്നുള്ളത് ചിട്ടയുള്ളതും വൃത്തിയും വെടുപ്പുമുള്ള ഒരു പ്രവൃത്തിയായിരിക്കണം. അത് സത്യം തന്നെയാണ്. പക്ഷേ യാഥാർത്ഥ്യം എന്താണ്? പലപ്പോഴും നമ്മുടെ ആത്മീയ ജീവിതം ചിട്ടയോ വൃത്തിയോ വെടുപ്പോ സന്തുലിതയോ ഇല്ലാത്ത ഒരു ആത്മീയതയാണ്. അതാണ് സത്യം.
അതൊരു സ്ട്രെയിറ്റ് ലൈൻ അല്ല, അത് അപ്പ് ആൻഡ് ഡൗൺ, തിരിവ് തിരിഞ്ഞ് ഇല്ല. നമ്മൾ ആരാധിക്കുവാനായി ഒത്തുകൂടുമ്പോൾ, നമ്മൾ രാവിലെ ദൈവസഭയിലേക്ക് കടന്നു വരുന്നു, നമ്മൾ നിൽക്കുന്നു, നമ്മൾ പള്ളികളിൽ പോകുന്നു, എല്ലാം പോകുന്നു. നമ്മൾ നോക്കുമ്പോൾ ജേക്കബ് വരുന്നു, അല്ലെങ്കിൽ പാസ്റ്റർ വരുന്നു, വേദപുസ്തകം തുറന്നു വെക്കുന്നു, പഠിപ്പിക്കുന്നു. തൊട്ടപ്പുറത്ത് നിൽക്കുന്ന ആള് കരഞ്ഞ് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു, മറ്റാള് ആത്മീയമായിട്ട് വളരെ നിറപ്പം. എനിക്ക് പലപ്പോഴും തോന്നുന്നു, എന്താണ് എന്റെ അവസ്ഥ അല്ലേ? അവരൊക്കെ എത്ര ആത്മീയരായ മനുഷ്യരാണ്, എന്റെ കാര്യം എന്തല്ലേ? ഉൾപ്പിച്ച് നിൽക്കുമ്പോൾ പലപ്പോഴും എത്ര താഴ്ന്ന ആത്മീയ നിലവാരത്തിലാണ് ഞാൻ ഉള്ളത്. ഒരു കാര്യം മനസ്സിലാക്കണം, ഒരു യഥാർത്ഥ വിശ്വാസിയുടെ ജീവിതം എന്ന് പറഞ്ഞാൽ അതൊരു സ്ട്രഗിളാണ് സുഹൃത്തുക്കളെ, അതൊരു സ്ട്രഗിളാണ്. ദൈനംദിനം നമ്മൾ പലതരത്തിലുള്ള പ്രതിസന്ധികളെ, അവിശ്വാസവും സംശയവും ഒരുപാട് അതിന്റെ മധ്യയാണ് നമ്മൾ നിലകൊള്ളുന്നത്. പൊട്ടിച്ചിരിച്ചല്ല, സന്തോഷം, റിജോയ്സ് ഓൾവേസ് എന്ന് പറയുന്നത് എന്ന് ചിരിക്കുന്നതല്ല. ഇറ്റ് ഈസ് ദാറ്റ് കോൺഫിഡൻസ് ഇൻ സ്പൈറ്റ് ഓഫ് മൈ, എന്റെ ഈ അപൂർണതയിലും ദൈവം എന്നെ കൈവിടില്ല എന്ന ഒരു കോൺഫിഡൻസ്. നമ്മൾ മനസ്സിലാക്കണം, കൂടുതൽ നമ്മൾ ദൈവവുമായിട്ട് നമ്മുടെ അപൂർണതയെ കുറിച്ച് സംസാരിക്കുവാൻ നമ്മൾ ഓരോരുത്തരും തയ്യാറാണ്. ദൈവമേ, എന്റെ ആത്മീയ ജീവിതത്തിന്റെ യാഥാർത്ഥ്യം ഇതാണ്. നമുക്ക് ഒരിക്കലും ഡോണ്ട് ട്രൈ ടു എക്സ്പ്ലെയിൻ യുവർ സെൽഫ് ടു എവറിബഡി എൽസ്. Right? You have to live in front of them. But you will never be able to explain yourself, because എല്ലാവർക്കും, especially among unbelievers, when you live among unbelievers, you have to be a witness to them, but at the same time you should understand they have got their own agendas. അവർക്ക് അവരുടെ അജണ്ടകളുണ്ട്. നമ്മൾ എപ്പോഴും നമ്മളെ കുറിച്ച് നമ്മൾ ഏറ്റുപറയേണ്ട, നമ്മുടെ ആത്മീയ അവസ്ഥയെ കുറിച്ച് ഏറ്റുപറയേണ്ട, നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ഒരാളുണ്ട്. അയാൾക്ക് അറിയാത്തത് കൊണ്ടല്ല, പക്ഷെ നമ്മൾക്കതറിയാം എന്നുള്ളത് നമ്മൾ കാണിക്കുവാൻ വേണ്ടി ദൈവത്തോട് നമ്മുടെ അവസ്ഥ, നമ്മുടെ തകർന്നടിഞ്ഞ അപൂർണമായിട്ടുള്ള പോരാട്ടത്തിന്റെ യാഥാർത്ഥ്യത്തെ കുറിച്ച് കൂടുതൽ നമ്മൾ ദൈവത്തോട് തന്നെ സംസാരിക്കുകയും നമ്മളെ തന്നെ എക്സ്പോസ് ചെയ്യുകയും ചെയ്താൽ മാത്രമേ നമ്മുടെ ആത്മീയ ജീവിതത്തിൽ നമുക്ക് വളർച്ചയുള്ളൂ. It's okay. See, I am again telling you, please don't misunderstand. It is not okay to sin. It is not okay to sin. It is not okay to live an ungodly life. It is never an okay to be a hypocrite. What am I saying? But if you try and you fail, it's okay. It's okay if you നിങ്ങൾ imperfect ആണെന്ന് നിങ്ങൾക്ക് ബോധ്യമുണ്ടെങ്കിൽ it's okay to be honest about അതിനെക്കുറിച്ച് സത്യമായിട്ട് ഏറ്റു പറയുന്നത്. It's okay. None of us are perfect. See, ആത്മീയത എന്ന് പറയുന്നത് നമ്മൾ തീർന്നു, നമ്മൾ പെർഫെക്റ്റ് ആയി എന്ന് പറയുവാനല്ല. It is a relationship that we maintain, consistent relationship, സ്ഥിരതയുള്ളൊരു ബന്ധം. നമ്മുടെ ഇംപെർഫെക്റ്റ്നെസ്സിനകത്തും നമ്മൾ ആ സ്ഥിരതയുള്ള ബന്ധം ദൈവമായി നിലനിർത്തുന്നതാണ് നമ്മുടെ ആത്മീയത. എബ്രായരുടെ ലേഖനം 2-ാമത്തെ അധ്യായം 17-18 വാക്യങ്ങളൊന്ന് നോക്കൂ. എബ്രായരുടെ ലേഖനം 2:17-18 നോക്കൂ. അതുകൊണ്ട് എബ്രായരുടെ ലേഖനം 2:17-18 അതുകൊണ്ട് ജനത്തിന്റെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തം വരുത്തുവാൻ അവൻ കരുണയുള്ളവനും ദൈവകാര്യത്തിൽ വിശ്വസ്ത മഹാപുരോഹിതനും ആകേണ്ടതിന് സകലത്തിലും തന്റെ സഹോദരന്മാരോട് സദൃശനായി തീരുവാൻ ആവശ്യമായിരുന്നു. താൻ തന്നെ പരീക്ഷിതനായി കഷ്ടം അനുഭവിച്ചിരിക്കാൻ
പരീക്ഷിക്കപ്പെടുന്നവർക്ക് സഹായിപ്പാൻ കഴിവുള്ളവനാകും. ഈ എബ്രായരുടെ ലേഖനം തന്നെ 4-ാമത്തെ അധ്യായം 15-16 വാക്യങ്ങൾ ശ്രദ്ധിക്കും. എബ്രായരുടെ ലേഖനം 4:15-16. നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല, പാപം ഒഴികെ സർവത്തിലും നമുക്ക് തുല്യനായി പരീക്ഷിക്കപ്പെട്ടവനത്രേ നമുക്കുള്ളത്. അതുകൊണ്ട് കരുണ ലഭിപ്പാനും തത്സമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാനുമായി നാം ധൈര്യത്തോടെ കൃപാസനത്തിന് അടുത്തു ചെല്ലുക. ക്രിസ്തു യേശുവിനെ അറിയാത്ത കാര്യങ്ങളല്ല നമ്മുടെ അവസ്ഥ. നമ്മൾ നിരാശപ്പെട്ടു പോകാതെ നമ്മളെല്ലാവരും പണിപ്പുരയിലാണ്. ഇപ്പോഴും നമ്മളെല്ലാം പണിതുകൊണ്ടിരിക്കുകയാണെന്ന ബോധത്തിൽ നമ്മൾ ദൈവത്തോട് അടുക്കുവാൻ, ഞാൻ വീണ്ടും പറയട്ടെ, കാപട്യവും ഇതും തമ്മിൽ വലിയ അന്തരമുണ്ട്. പകലും രാത്രിയും പോലെ, ഇരുളും വെളിച്ചവും പോലെ. അപ്പൊ ഈ ആത്മീയ ജീവിതത്തെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ട 2-3 കാര്യങ്ങൾ പറഞ്ഞ അവസാനം, ഈ അപൂർണ ആത്മീയ ജീവിതത്തെ നമ്മൾ പരിശോധിക്കുമ്പോൾ നിരാശപ്പെട്ടു പോകാതിരിക്കുവാൻ മനസ്സിലാക്കേണ്ട ഒരു പ്രധാന കാര്യം എന്ന് പറഞ്ഞാൽ, ആത്മീയ വളർച്ച എന്ന് പറയുന്നത് നമ്മുടെ ജീവിതകാലം മുഴുവൻ നാം എടുക്കുന്ന തീരുമാനങ്ങളാൽ പണിയപ്പെടുന്ന ഒന്നാണ്. ആത്മീയ വളർച്ച എന്ന് പറഞ്ഞാൽ ഒരു ദിവസം കൊണ്ട് പെട്ടെന്ന് വളരുന്നതോ 2 വർഷം കൊണ്ട് പെട്ടെന്ന് വളരുന്നതോ അല്ല. വേദപുസ്തകം കാണാതെ പഠിച്ച് നമ്മൾ കാണാതെ പറയുന്നതല്ല. ഓക്കെ, നല്ല നല്ല പ്രസംഗങ്ങൾ പ്രസംഗിക്കുന്നതല്ല. നല്ല പാട്ടുകൾ, ക്രിസ്തീയ പാട്ടുകൾ പാടുന്നതോ അല്ലെങ്കിൽ ഒരുപാട് സമ്പത്തും ആരോഗ്യവും പ്രവൃത്തിയെല്ലാം സഭയ്ക്ക് വേണ്ടിയും ഒക്കെ ഒഴുക്കുന്നതല്ല. ഇതിനെല്ലാം അതിൻ്റെതായ സ്ഥാനമുണ്ട്, ഇതെല്ലാം ആവശ്യം തന്നെയാണ്. പക്ഷെ ആത്മീയ ജീവിതം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആത്മീയ വളർച്ച എന്ന് പറയുന്നത്, നമ്മുടെ ജീവിതകാലം മുഴുവൻ, എന്ന് നമ്മൾ വിശ്വാസിയായോ അന്ന് തൊട്ടൊടുക്കം വരെ, ഈ ലോകത്തിലുള്ള അവസാന ദിവസം വരെയും നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങളാണ്. എങ്ങനെയാണ് നമ്മൾ തീരുമാനങ്ങൾ എടുക്കുന്നത്? ദൈവവചനം പഠിക്കുകയും ദൈവവചനത്തിൽ നിന്ന് മനസ്സിലാക്കുന്ന സത്യങ്ങൾ അടുക്കി വെച്ച് അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങൾ. ഓരോ തീരുമാനങ്ങൾ നമ്മുടെ ജീവിതത്തെ കൂടുതൽ കൂടുതൽ ദൈവവുമായി അടുപ്പിക്കുകയും കൂടുതൽ കൂടുതൽ ദൈവത്തിൽ വളരുകയും നമ്മൾ ചെയ്യും. അപ്പൊ ആത്മീയ വളർച്ച എന്ന് പറയുന്നത്, അതിന് ഓക്കെ ഞാൻ വളർന്നു ഇല്ലേ എന്ന് പറയുവാൻ നമുക്ക് സാധിക്കില്ല. അതൊരു പ്രോസസ്സാണ്. അപ്പൊ നമ്മുടെ ബലഹീനതകളിൽ നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ ഈ ഒരു പ്രോസസ്സിലാണ്. പെർഫെക്റ്റ് ആയിരുന്ന ഒരു ദിവസം അത് ദൈവസന്നിധിയിൽ നിൽക്കുമ്പോഴാണ്. രണ്ടാമത്, ആത്മീയ വളർച്ച എന്ന് പറയുന്നത് ഓരോ വ്യക്തികളെ സംബന്ധിച്ചും വ്യത്യാസമാണ്. മനസ്സിലായി? ഓരോ വ്യക്തിയുടെയും ആത്മീയ വളർച്ച മറ്റൊരാളുമായി താരതമ്യം ചെയ്തല്ല നമ്മൾ തിരിച്ചറിയുന്നത്. ആത്മീയ വളർച്ച നമ്മൾ തിരിച്ചറിയുന്നത് അപ്പോഴും ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങളില്ല. ഭയങ്കരമായിട്ടുള്ള ബൈബിൾ നോളജും കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും പലപ്പോഴും നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങൾ അതിന് വിരോധമായി. അപ്പൊ ഈ വളർച്ച ഓരോ വ്യക്തികൾക്കും, സാധാരണ മനുഷ്യൻ വളരുന്നത് പോലെ, മറ്റേതൊരു ജീവജന്തു വസ്തുവും വളരുന്നത് പോലെ, ഓരോരുത്തരിലുമുള്ള ആത്മീയ വളർച്ച ഡിഫറെന്റ് ആണ്. അതുകൊണ്ട് നമ്മൾ ഒരിക്കലും മറ്റൊരാളുമായി താരതമ്യം ചെയ്ത് എനിക്കത് പറ്റുന്നില്ലല്ലോ, എനിക്ക് അത്രയ്ക്കും ആത്മീയത ഇല്ലല്ലോ എന്ന് ധരിക്കരുത്. പണ്ട് ഓരോ സ്ഥലങ്ങളില് ഈ വിശ്വാസികളായ സഹോദരന്മാരുടെ കൂടെയൊക്കെ ഞാൻ പോകുമ്പോ പെട്ടെന്ന് എന്നെ പറയും പ്രാർത്ഥിക്കും എവിടെയെങ്കിലും ചെല്ലും. ഞാൻ വിശ്വാസത്തിലോട്ട് വന്ന് എനിക്കറിയില്ല, ഞാൻ ആകെ വേർത്തു പോകും.
കാര്യം ഞാൻ കേട്ടിട്ടുള്ള പ്രാർത്ഥനകളൊക്കെ ഭയങ്കര ഇടിവിട്ട് പ്രാർത്ഥിക്കും. നല്ല നല്ല രസമുള്ള പ്രാർത്ഥനകളാണ് ഓരോ വ്യക്തികൾ പ്രാർത്ഥിക്കുന്ന രീതി. അപ്പൊ പലരും എന്നോട് പറഞ്ഞു, നീ ജേക്കബേ, യു ഷുഡ് ഷാർപ്പൺ യുവർ പ്രേയിങ് സ്കിൽസ്. അതായത് ഇഫ് യു വാണ്ട് ടു ബി ഇൻ ദ മിനിസ്ട്രി, യു ഷുഡ് പ്രേ ലൈക്ക് ദാറ്റ്. നോ, മിനിസ്റ്റേഴ്സ് പ്രാർത്ഥിക്കുന്നത് പോലെ. അതൊരു പ്രത്യേക ഒരു ശൈലി, പ്രത്യേക അത് പ്രാർത്ഥന കേട്ടാൽ ബ്രദറെ നല്ല പ്രാർത്ഥനയാണ്, നിങ്ങൾ ആളുകൾ പറയണം. ഞാനും വിചാരിച്ചത് സത്യമായിരിക്കും. പക്ഷേ as I went on, life went on, I realized praying is it's not an art, it is a communication. It is the way you speak to a person, right? അതൊരു എന്താണ് അതിന്റെ what makes that important, what makes that real is the how you എത്രമാത്രം നമ്മൾ how real we are in this. That is what makes it important. It is not the starting or the ending, or it is not the words that you use. I have seen so many people play beauty. I really appreciate them for doing so. I am not criticizing them. You can never evaluate your spirituality with another person. മറ്റൊരു പേഴ്സണുമായിട്ട് ഒരിക്കലും നമുക്ക് താരതമ്യം ചെയ്യുവാൻ സാധിക്കില്ല. ഇവിടെ എനിക്ക് എന്റെ രണ്ടാമത്തെ മക്കള്, as many of you will know, all of you will know, are twins. അപ്പോ നമ്മള് ഒരു കാര്യം we are very careful to realize that ഇവന്മാർ രണ്ടും ഒരുപോലെ വളർന്നു വരുന്നത് കൊണ്ട്, even though they are not identical, by mistake also നമ്മള് we should not compare them, right? And when we do that, it is a very bad scene. You see, twins ഒരുമിച്ച് ജനിച്ചു വളർന്നവരാണ് അവർ രണ്ടുപേരും. പക്ഷെ we should, അവനത് പറ്റും, നിനക്കത് പറ്റുന്നില്ലല്ലോ എന്നൊരു താരതമ്യം നമ്മള് ഒരു തമാശയ്ക്ക് പോലും നമ്മളത് പറയുമ്പോൾ അതിന്റെ the impact that it makes on that person, on that child is too much. It is like that. Everybody is different. And നമ്മൾ ഒരിക്കലും ഒരു താരതമ്യം, നമ്മൾ സ്വയം നമ്മൾ താരതമ്യം ചെയ്യേണ്ടത് വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളുമായിട്ടാണ്. അല്ലാതെ ഇപ്പൊ നിങ്ങൾ പറയാണ്, ഇഫ് യു സേ ബ്രദർ ജേക്കബ് സാബു പാസ്റ്ററിനെ പോലെ നിങ്ങളും ഒരു ആത്മീയനായിരിക്കണം, അതല്ല. എനിക്ക് സാബുച്ചാനെ പോലെ ആത്മീയനായി വളരുവാൻ ചിലപ്പോൾ സാധിച്ചെന്ന് വരും, ഇല്ലേ? നിങ്ങളിൽ പലരും സിസ്റ്ററെ യു ഷുഡ് ബിക്കം ലൈക്ക് ദാറ്റ് പേഴ്സൺ, അത് ചിലപ്പോൾ നിങ്ങൾക്ക് പറ്റിയെന്ന് വരില്ല. സോ ഇറ്റ് ഇസ് നോട്ട് അബൌട്ട് ദാറ്റ്, ഇറ്റ് ഇസ് അബൌട്ട് ഇൻഡിവിജ്വൽ ഗ്രോത്ത്. ഓരോ വ്യക്തികളുടെയും ആത്മീയ വളർച്ച വ്യത്യാസമാണ്, എൻറ്റയർലി ഡിഫറെന്റ് ആണ്. ഓരോ ജെന്യൂൻ ഗ്രോത്തും ഡിഫറെന്റ് പാറ്റേൺസ് ആണ്. അതുകൊണ്ട് അത് നമ്മുടെ മനസ്സിൽ എപ്പോഴും നമുക്ക് ഉണ്ടായിരിക്കണം. നമ്മൾ ബലഹീനരാണ്, പക്ഷെ ആത്മീയ വളർച്ച എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ ഉടനീളം നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ആത്മീയമായി വളരുന്നത്. ആ തീരുമാനത്തിന്റെ അടിസ്ഥാനം ദൈവവചനമാകണം. രണ്ടാമത്, ആത്മീയ വളർച്ച എന്ന് പറയുന്നത് ഓരോരുത്തർക്കും വ്യത്യസ്തമാണ്. ഓരോരുത്തരിലും അത് വ്യത്യസ്തമാണ്. ഒടുവിൽ ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞോട്ടെ. വളരെ പതുക്കെയാണ് ഒരാൾ വളരുന്നതെങ്കിൽ പോലും അത് വളർച്ച തന്നെയാണ്. വളരെ പതുക്കെയാണ് ഒരാൾ വളരുന്നതെങ്കിൽ പോലും അത് വളർച്ച തന്നെയാണ്. യു ക്യാൻ നെവർ സേ അയാൾ വളരുന്നില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. സം പീപ്പിൾ ഗ്രോ, ആത്മീയതയിൽ അവരുടെ ആത്മീയ ജീവിതത്തിലുള്ള വളർച്ച വളരെ പതുക്കെയായിരിക്കും, വളരെ 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 പതുക്കെ, ഇല്ലേ? അങ്ങനെ വളരെ പതുക്കെ വളരുന്ന ഒരാളെ നീ എന്തുകൊണ്ട് ഇത്ര ആയില്ല, ഇത്രയും, അത് അവൻ ചിന്തിക്കണം, അവൾ ചിന്തിക്കണം, സ്വയം ചിന്തിക്കണം, ഞാൻ എന്തുകൊണ്ട് വളരുന്നില്ല. അത് നമുക്കത് പറയാനുള്ള അവകാശമുണ്ടോ? അപ്പൊ ആ ഒരു വ്യത്യാസം മനസ്സിലാക്കണം. നമ്മുടെ ആത്മീയതയെ നമ്മൾ പരിശോധിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, എന്റെ ജീവിതത്തിൽ ഞാൻ എങ്ങനെ, എനിക്ക് എന്റെ കാര്യമേ പറയാൻ പറ്റൂ, നിങ്ങൾക്ക് നിങ്ങളുടെ ഓരോരുത്തരുടെയും കാര്യം പറയാൻ പറ്റും. പക്ഷെ ഒരിക്കലും നമ്മൾ നിരാശപ്പെട്ട് പിന്മാറ്റത്തിലോട്ട് പോകരുത്. കാര്യം
ശരിയാണ്, ചെയ്തത് തെറ്റാണ്, എടുത്ത തീരുമാനം തെറ്റിപ്പോയി, അതിന്റെ ഭവിഷ്യത്തുകളുണ്ട്, ഒക്കെ ശരിയാണ്. പക്ഷെ അപ്പോൾ ദൈവം എന്നെ സ്നേഹിക്കും ഇല്ലേ? പൗലോസ് അപ്പോസ്തലൻ റോമർക്ക് എഴുതിയ ലേഖനം 8-ാമത്തെ അധ്യായം 38-39 വാക്യങ്ങളിൽ ഇങ്ങനെയാണ് പറയുന്നത്. റോമർക്ക് എഴുതിയ ലേഖനം 8:38-39 വാക്യങ്ങളിൽ ഇങ്ങനെ പറയുന്നത്, മരണത്തിനോ ജീവനോ ദൂതർക്കോ വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ ഇപ്പോൾ ഉള്ളതിനോ വരുവാനുള്ളതിനോ ഉയരത്തിനോ ആഴത്തിനോ മറ്റു യാതൊരു സൃഷ്ടിക്കും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനുള്ള ദൈവസ്നേഹത്തിൽ നിന്നും നമ്മെ വേർപെടുത്താൻ കഴിയില്ല എന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. അതുപോലെ നമ്മൾ ഓരോരുത്തരും ഉറച്ചിരിക്കണം ഇല്ലേ? നമുക്ക് ആ ഒരു വാഞ്ചന വേണം. ഈ സ്നേഹിക്കുന്ന ദൈവത്തെ നിരാശപ്പെടുത്താതെ ഈ ലോകത്തുള്ള ജീവിതം അവന്റെ മഹത്വത്തിനായി ജീവിക്കുവാൻ തന്നെ നമ്മൾ ഓരോരുത്തരും തയ്യാറെടുക്കണം. പ്രിയ സുഹൃത്തുക്കളെ, കേട്ട വചനത്തോട് നിങ്ങൾ എങ്ങനെ പ്രതികരിക്കും എന്നുള്ളത് ഓരോരുത്തരുടെ ഇഷ്ടം, ഓരോരുത്തരുടെ ഹിതം, ഓരോരുത്തരുടെ ഇച്ഛ അനുസരിച്ച് ചെയ്യാം. അതിനുള്ള സ്വാതന്ത്ര്യം ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. പക്ഷെ നമ്മൾ ദൈവശബ്ദത്തോട് ശരിയായി പ്രതികരിച്ചാൽ അതിന്റെ ഭവിഷ്യത്ത്, അതിന്റെ ഗുണം നമുക്ക് ലഭിക്കും. അത് അവഗണിച്ചാൽ അതിന്റെ ദോഷവും. ദൈവം എന്നെയും നിങ്ങളെയും അവന് പ്രസാദകരമായ രീതിയിൽ അവന്റെ ശബ്ദത്തോട്, അവന്റെ വചനത്തോട് പ്രതികരിക്കുവാനുള്ള കൃപ, വിവേകവും തന്ന് അനുഗ്രഹിക്കട്ടെ. കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ കർത്താവേ, നല്ല സമയത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ ജീവിതത്തെ പരിശോധിക്കുമ്പോൾ ഞങ്ങളുടെ വീഴ്ചകൾ കണ്ട് ഞങ്ങൾ നിരാശപ്പെട്ടു പോകാതെ ദൈവമേ, അങ്ങ് ഞങ്ങളെ സ്നേഹിക്കുന്നു എന്ന ബോധത്തിൽ മുന്നോട്ട് പോകുവാൻ ഞങ്ങളെ അങ്ങ് പ്രോത്സാഹിപ്പിക്കുന്നതിനായി, ഞങ്ങളെ സന്തോഷിപ്പിക്കുന്നതിനും സമാധാനിപ്പിക്കുന്നതിനുമായി കർത്താവെ നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ആയിരിക്കുന്ന സഹോദരിമാരെയും സഹോദരന്മാരെയും കുട്ടികളെയും എല്ലാം അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ഒരുമിച്ച് അങ്ങുമായി ചേർന്ന് നടക്കുവാൻ ഞങ്ങളെ അങ്ങ് സഹായിക്കണമേ. ഞങ്ങളുടെ ബലഹീനതകളിൽ ഞങ്ങളെ ശക്തരാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മാനവും മഹത്വവും അങ്ങേക്ക് മാത്രം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. ആമേൻ. നമ്മള്